Good morning. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. PDF കാണാമോ? Morning. Breakfast ഒക്കെ കഴിഞ്ഞോ? Yes. Okay, good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോഡിഫിക്കേഷൻസ് ആണ് എടുത്തത് അല്ലേ? ഏതൊക്കെ ടൈപ്സ് ഓഫ് കോഡിഫിക്കേഷൻസ് ഉണ്ട്? ന്യൂമറിക്കൽ,
alphabetical, alphanumerical, decimal, coda, bridge system. Okay. Clear ആണല്ലോ കോഡുകളെല്ലാം? വേറെ ക്ലാസ്സിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇപ്പോഴോ കേൾക്കാമോ? ഭയങ്കര ഡിസ്റ്റർബൻസ് ആണോ? കേട്ടോ, ചെക്ക് ചെയ്യട്ടെ. കേൾക്കാമോ? ഓക്കെ, ശരി. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. നമ്മൾ ഇൻവെന്ററി കൺട്രോൾസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു കാറ്റഗറൈസേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെന്ററി കൺട്രോൾ. ക്ലാസിഫിക്കേഷൻ നോംസ് ഫോർ ക്ലാസിഫിക്കേഷൻ യൂസസ്. നമ്മൾ ഇൻവെന്ററിനെ അതിന്റെ യൂസസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഓരോ മെറ്റീരിയൽസിന്റെ യൂസ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്ലാസിഫിക്കേഷന്റെ പേരാണെന്ത്? ABC. എന്താണ്? ആൽഫബറ്റിക്കൽ അപ്രോച്ച്, കൺസെപ്ഷൻ ഓഫ് പർച്ചേസ്, സ്റ്റോറിംഗ് ഓർ അനാലിസിസ്, ഓൾവേസ് വെക്ടർ കൺട്രോൾ. ഓക്കെ, ഇപ്പൊ എന്താണ് ABC അല്ലെങ്കിൽ ആനുവൽ വാല്യൂ ഓഫ് to control the items concerned and issue of materials in the normal course of business. ഇപ്പൊ ABC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? A എന്ന് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? എന്ന് സൂചിപ്പിക്കുന്ന എന്തിനായിരിക്കും? A for A എന്തിനെ സൂചിപ്പിക്കുന്നു? നോക്കി വായിച്ചു നോക്കി. ആൽഫബറ്റിക്കൽ. B എന്തിനെ സൂചിപ്പിക്കുന്നു? P. Better controls. Approach അല്ല. P. Better control. B ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. B better control. And C എന്താണ്? C കൺസെപ്ഷൻ. ഈ അപ്രോച്ച് അല്ലാണ്ട് ഉദ്ദേശിക്കുന്നത് ബെറ്റർ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ്. അവിടെ ഒരു കറക്ഷൻ ഉള്ളത്. ഓക്കെ, യെസ്. അപ്പൊ എന്തിനാണ് നമ്മൾ ABC ആനുവൽ അനാലിസിസ് നടത്തുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ PDF ഒന്ന് മാറ്റിയിട്ട് വരാം.
PDF മാറിയിട്ടുണ്ടോ നോക്കി? ഇല്ല. ഓക്കെ, അവിടെ നിങ്ങളുടെ ABC-യുടെ ഏതോ ഓരോ എക്സ്പാൻഷൻസും കൊടുത്തിട്ടില്ല കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ആൽഫബറ്റിക്കൽ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ABC അനാലിസിസ് എന്ന് പറയുന്നത് നമ്മള് മൊത്തമായിട്ട് എന്താ ചെയ്യുന്നത്, ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റോക്കുകൾ സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പൊ ആ സ്റ്റോക്കും പർച്ചേസും സ്റ്റോറും ചെയ്യാനായിട്ട് നമുക്ക് പല നിയന്ത്രണങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്റ്റോക്കിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാല് എ എന്തിനെ സൂചിപ്പിക്കുന്നതായിരിക്കും? ഹൈ വാല്യൂ ഉള്ള ഐറ്റംസ് ആണ് എയിൽ വരുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് പോണേ. ഹൈ വാല്യൂസ് ഉള്ള ഐറ്റംസ് ആയിരിക്കുള്ളൂ എന്തിൽ വരുന്നത്? എ. അഥവാ എ എന്ന കാറ്റഗറി, എ എന്ന ആൽഫബറ്റ് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? എ എന്ന ആൽഫബറ്റിക്കൽ ഓർഡർ എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഹൈ വാല്യൂ ഐറ്റംസിനെയാണ്. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇനി ബി എന്തിനെ സൂചിപ്പിക്കുന്നു? ബി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മോഡറേറ്റ് വാല്യൂ ഐറ്റംസിനെയാണ് കേട്ടോ. മോഡറേറ്റ് അതായത് ഒരു മിതമായ നിരക്കിലുള്ള മധ്യനിരയിലുള്ള എമൗണ്ട്സിനെ അല്ലെങ്കിൽ മോഡറേറ്റ് ഉള്ള വാല്യൂ ഐറ്റംസിനെയാണ് നമ്മൾ പിയിൽ സൂചിപ്പിക്കുന്നത്. സി എന്തായിരിക്കും അപ്പോ? ലോ വാല്യൂ ഐറ്റംസ്, അതായത് ഏറ്റവും വില കുറഞ്ഞ ഐറ്റംസ് ആയിരിക്കും എന്തിൽ വരുന്നത്? സിയിൽ വരുന്നത്. അത് മിനിമം നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലോ വാല്യൂസ് ഉള്ള മെറ്റീരിയൽസ്. ഓക്കെ, അപ്പോ എ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹൈ വാല്യൂ ഉള്ള ഐറ്റംസും, ബി മോഡറേറ്റ് വാല്യൂ ഐറ്റംസ്, സി ലോ വാല്യൂ ഐറ്റംസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ചെയ്യും. ഇനി ഇൻവെന്ററി നിയന്ത്രിക്കുന്ന സമയത്ത് നമ്മൾ മെറ്റീരിയൽസ് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? ഇതേ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഏതൊക്കെ മെറ്റീരിയൽ, ഇപ്പൊ ഹൈ കോസ്റ്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ എ എന്ന കാറ്റഗറിയിൽ സൂക്ഷിക്കുന്നത്. ഇനി മോഡറേറ്റ് കോസ്റ്റ് ഉള്ള വാല്യൂസ് ആണ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്തിൽ സൂചിപ്പിക്കുന്നത്? ബി എന്ന കോഡില്, ബി എന്ന ആൽഫബറ്റിക്കൽ കോഡിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സിയിൽ എത്രത്തോളം മെറ്റീരിയൽസ് ആണ് നമ്മൾ സൂക്ഷിക്കുന്നത്? സിയില് ലോ വാല്യൂ ഉള്ള ഐറ്റംസ് കേട്ടോ. മനസ്സിലായോ? എ ബി സി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൽഫബറ്റിക്കൽ കോഡ്സ് ആണ്. എ എന്തിനെ സൂചിപ്പിക്കുന്നു? എ എന്ന ആൽഫബറ്റ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? എ എന്ന ആൽഫബറ്റ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹൈ വാല്യൂ ഉള്ള മെറ്റീരിയൽസിനെ കേട്ടോ. ഹൈ വാല്യൂ ഉള്ള മെറ്റീരിയൽസ് ആണ് എ. ബി എന്ന് പറയുന്നതോ മോഡറേറ്റ് വാല്യൂ ഉള്ള മെറ്റീരിയൽസ്. സി എന്ന് പറയുന്നത് ഏറ്റവും ലോ വാല്യൂ ഉള്ള മെറ്റീരിയൽസ്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ആൽഫബറ്റിക് അപ്രോച്ചസ് ഇങ്ങനെ നടത്തുന്നത്? മെറ്റീരിയൽസിന് ഇങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഹൈ വാല്യൂ ഉള്ളത്, മോഡറേറ്റ് വാല്യൂ ഉള്ളത് അല്ലെങ്കിൽ ലോ വാല്യൂസ് എന്ന രീതിയിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ നല്ല രീതിയിൽ ഓരോ മെറ്റീരിയൽസും ഏത് സെക്ഷനിലാണെന്ന് കൃത്യമായിട്ട് ബെറ്റർ ആയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, മാത്രമല്ല ഈ ഒരു മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന രംഗത്ത് നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ തന്നെ എന്താണ് ഓരോ മെറ്റീരിയൽസും ഏതിന്റെ കണ്ടറിൽ വരുന്നു അതിനനുസരിച്ച് നമുക്കത് സെലക്ട് ചെയ്യാനായിട്ടും ABC അപ്രോച്ചസ് അല്ലെങ്കിൽ ഈ ഒരു ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ അതിനെ ഓരോന്നിനുള്ള ഒരു വാല്യൂസ് കൊടുത്തിട്ടില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്റെ PDF അങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിൽ അങ്ങനെയല്ല. ഓക്കെ, മനസ്സിലായോ ABC എന്താന്ന്? ഓക്കെ, നെക്സ്റ്റ് VED, vital, essential and desirable. Critical nature of the particular item used to determine the stock levels. VED എന്ന് പറയുന്നത് ഇതിൽ ഓരോ ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. V എന്താണ്? വൈറ്റൽ. E for essential and desirable. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മെറ്റീരിയൽസ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാലോ അനിവാര്യമായിട്ടുള്ളത് അല്ലെ. എസെൻഷ്യൽ മീൻസ് അനിവാര്യമായിട്ടുള്ളത്. ആൻഡ് ഡിസൈറബിൾ എന്ന് പറയുന്നത് അഭികാമ്യമായിട്ടുള്ള, അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു അതിന്റെ നേച്ചറുമായി ബന്ധപ്പെട്ട് സ്പെസിഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പല മെറ്റീരിയൽസ് ഉണ്ട്. നമ്മൾ ഡ്രഗ് സ്റ്റോറേജിൽ പഠിച്ചപ്പോൾ പല മെറ്റീരിയൽസിനെ കുറിച്ച് പഠിച്ചതാണ് അല്ലെ. അപ്പൊ അതിൽ ഓരോ പ്രൊഡക്റ്റിന്റെ നേച്ചർ അനുസരിച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യും?
അതിന്റെ യൂസ് സെൻസ്, അതിന്റെ ക്രിട്ടിക്കൽ നേച്ചർ, അതിന്റെ സ്വഭാവ സവിശേഷത അനുസരിച്ചിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട മെറ്റീരിയൽസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത് BED എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. അപ്പൊ B എന്ന് സൂചിപ്പിക്കുന്ന എന്താണ്? ഏറ്റവും സുപ്രധാനവും അല്ലെങ്കിൽ അനിവാര്യവുമായിട്ടുള്ള അല്ലെങ്കിൽ അഭികാമ്യമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ കാറ്റഗറിയാണ് എന്ത് BED എന്ന് പറയുന്നത് കേട്ടോ. വൈറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രധാനമായത്. എസെൻഷ്യൽ മീൻസ് അനിവാര്യമായത്. ദെൻ ഡിസൈറബിൾ എന്ന് വെച്ചാൽ അഭികാമ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോ ആ ഒരു പ്രൊഡക്റ്റിന്റെ നേച്ചറിനെ, ക്രിട്ടിക്കൽ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഇതിൽ എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും വരുന്നതെന്ന് അറിയാമോ? ഇതിൽ എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഈ ഒരു ക്ലാസിഫിക്കേഷൻസിൽ വരുന്നതെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും. ക്രിട്ടിക്കൽ നേച്ചറുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? അല്ലെങ്കിൽ കുറച്ച് അപകട സാധ്യതയുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? മെർക്കുറി, മറ്റു ആൽക്കഹോൾ പോലെയുള്ള പ്രൊഡക്ട്സുകൾ, മറ്റു ലിക്വിഡ്സുകളെല്ലാം തന്നെ അതിന്റെ നേച്ചർ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ അത് പ്രത്യേകമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അണ്ടറിലായിരിക്കും നമ്മൾ അതിനെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് BED എന്ന ക്ലാസിഫിക്കേഷൻസ് നമ്മൾ തരംതിരിക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ എന്താണ്? HML ക്ലാസിഫിക്കേഷൻ. HML, ഹൈ മീഡിയം ലോ. High, medium, low. H for high, then M for medium and low. Unit price of the material to control purchase. HML എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ഒരു വസ്തുവിന്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ് മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് വില കൂടിയത്, അതേപോലെ തന്നെ മീഡിയം റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ്, നമ്മൾ ABCയിൽ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ എന്താണ്? ഏറ്റവും ലോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ പൈസയിൽ കിട്ടുന്ന മെറ്റീരിയൽസ്. ആ ഒരു രീതിയിൽ, അതായത് പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ മെറ്റീരിയൽസിനെ എന്ത് ചെയ്തിരിക്കുന്നത്? കാറ്റഗറൈസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. മനസ്സിലായോ? HML, ഹൈ, മീഡിയം ആൻഡ് ലോ. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിയന്ത്രിതമായ ഒരു മാനറിൽ, അത് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, next one, XYZ. XYZ depends on review the inventory value inventories of inventories and of items stored their uses at a scheduled intervals. XYZ എന്ന് സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? നമുക്കൊരു ഷെഡ്യൂൾഡ് ഇന്റർവെൽസിൽ മാത്രം കിട്ടുന്ന കുറച്ച് പ്രൊഡക്ട്സുകൾ ഉണ്ട്. ഷെഡ്യൂൾഡ് ഇന്റർവെൽസ് എന്ന് വെച്ചാൽ നിശ്ചിത കാല ഇടവേളകളിൽ മാത്രം ഉണ്ടാവുന്ന പ്രൊഡക്ട്സുകൾ. അത് ഏതൊക്കെയായിരിക്കും? അതായത് മൂല്യം കൂടുന്ന, നിശ്ചിത ഇടവേളകളിൽ മൂല്യം കൂടുന്ന ഒരു പ്രധാന വസ്തു ആയിരുന്നു മാസ്ക് എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മാസ്ക് നമുക്ക് ഏത് കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ അതിന്റെ ആവശ്യകത വന്നത്? മാസ്ക് ഉപയോഗിച്ചിരുന്നത് കൊറോണ, നിപ്പ വന്ന അല്ലെ, കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മൾ. അതായത് കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ഒരു നിശ്ചിത, അതിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. നിശ്ചിത കാലത്ത്, അതായത് ഒരു നിശ്ചിത കാലത്തൊക്കെ നമുക്ക് ഇതിന്റെ മൂല്യം കൂടുതലായിരുന്നു. അതായത് എല്ലാ എഡ്യൂക്കേഷൻ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം തന്നെ നമുക്ക് ഇതിന്റെ ലഭ്യത ആവശ്യമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന്റെ വാല്യൂ, അതിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു മെറ്റീരിയൽസിന്, പ്രത്യേകിച്ച് ഒരു നിശ്ചിത ഇടവേളകളിൽ മാത്രം കിട്ടിയിരുന്ന, അതിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചിത ഇടവേളകളിൽ മാത്രം കിട്ടിയിരുന്ന ഉണ്ടാകുന്ന മെറ്റീരിയൽസ് ആണ് XYZ എന്ന കാറ്റഗറീസിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, XYZ എന്ന കാറ്റഗറി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഇന്റർവെൽസിൽ കിട്ടുന്ന മെറ്റീരിയൽസിനെ തന്നെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇവിടെ നോക്കുന്നത് അതിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ മെറ്റീരിയൽസ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ, FSN. FSN, conception of restrained purchase, fast moving, pattern or issued and scrap, slow moving from the store on moving. അപ്പൊ ഓരോന്ന് നോക്കിക്കോട്ടോ. എഫ് ഞാൻ പറയുന്ന പോലെ എഴുതിയെടുക്കാം, ഒരു കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടി പറയുന്നത്. എഫ് എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ്. ഫാസ്റ്റ് മൂവിങ്, എഫ് ഫോർ ഫാസ്റ്റ് മൂവിങ്, അതവിടെ കിടപ്പുണ്ട്. ഫാസ്റ്റ് മൂവിങ്. എസ് എന്തായിരിക്കും? സ്ലോ മൂവിങ്, എസ് ഫോർ സ്ലോ മൂവിങ്. പിന്നെന്താണ് എൻ എന്ന് പറയുന്നത്? എൻ എന്ന് പറയുന്നത് എന്താണ്? എൻ ഓൺ മൂവിങ് കേട്ടോ. ഓൺ മൂവിങ്, നോ അല്ല, ഓൺ മൂവിങ്, ഓൺ മൂവിങ് കേട്ടോ.
അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? FSN എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഓരോ പ്രൊഡക്റ്റും മൂവ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അത് തീർന്നുകൊണ്ട് അത് പെട്ടെന്ന് തീരുന്നതുണ്ട്, പതിയെ തീർന്നതുണ്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നതുണ്ട് അല്ലെ. അതായത് എഫ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവിങ്. ചില പ്രൊഡക്ട്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റോറിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത്, ഇൻവെന്ററിയിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്ന കുറച്ച് മെറ്റീരിയൽസ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും അത് ഫാസ്റ്റ് മൂവിങ്ങിൽ വരുന്ന മെറ്റീരിയൽസ്? ഹോസ്പിറ്റലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കേഷൻസ് ആണ് അല്ലെ, മരുന്നുകള്, അതേപോലെ തന്നെ എന്താണ് സിറഞ്ച്, മാസ്ക്, നീഡിൽസ്, അങ്ങനെയുള്ള മുതലായിട്ടുള്ള ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഐറ്റംസ്. ഫാസ്റ്റ് മൂവ് ആയി പോകുന്ന ഏതാണ് അത്തരം ഐറ്റംസ് എല്ലാം തന്നെ ആ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി സ്ലോ മൂവിങ് വരുന്ന ഏതൊക്കെയായിരിക്കും? സ്ലോ മൂവിങ് പതിയെ പതിയെ മാത്രം സ്റ്റോറിൽ നിന്ന് നീങ്ങുന്ന മെറ്റീരിയൽസ് ഏതായിരിക്കും? സോറി കേട്ടോ, നോ മൂവിങ് ഐറ്റംസ് ആണ് കേട്ടോ, ഓൺ അല്ല, നോ മൂവിങ് ഐറ്റംസ്. N for no moving ആണ് കേട്ടോ, നോ മൂവിങ്. ഓക്കെ, സ്ലോ മൂവിങ് ഐറ്റം ഏതായിരിക്കും? സ്ലോ മൂവിങ് ഐറ്റം ഒരു സ്റ്റോറിൽ ഏറ്റവും അധികം പോകാതിരിക്കുന്ന ഐറ്റം ഏതാണ്? അല്ലെങ്കിൽ പതിയെ മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഐറ്റം ഏതായിരിക്കും? ഏതൊക്കെ ഐറ്റംസ് ആയിരിക്കും ഹോസ്പിറ്റലില് അധികം മൂവബിൾ അല്ലാത്തത്? എന്തൊക്കെ വരാം അതില്? പതിയെ മൂവ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും? അധികം ആവശ്യകത കുറവുള്ള മെറ്റീരിയൽസ്. നമുക്കിപ്പോ എന്താ പറയാ, ഫ്രാക്ചേഴ്സ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസ്, ഫ്രാക്ചറിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകള്, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, റോസസ്, അതിനൊക്കെ ചിലപ്പോ എന്താണ്, അത് അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ബാൻഡേജസ്, അതൊക്കെ അങ്ങനത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് വന്നാൽ മാത്രമേ നമ്മളത് ഉപയോഗിക്കുള്ളൂ അല്ലെ. എല്ലാ ദിവസവും എല്ലാവരും കൈയും കാലൊടിഞ്ഞ് വരുമോ ഹോസ്പിറ്റലില്? എല്ലാ ദിവസവും അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാൽ പോലും കുറവാണ് അല്ലെ ഇങ്ങനെ വരാനായിട്ട്. വെറുതെ ചോദിച്ചാണ് കേട്ടോ. യെസ്, അപ്പൊ ആ ഒരു എക്സാമ്പിൾ പറയുന്ന വെച്ചാൽ അതേപോലെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അങ്ങനെയുള്ളതൊക്കെ നമ്മള് പതിയെ മൂവ് ചെയ്യുന്നതാണ്. എന്നിരുന്നാൽ പോലും മൂവിങ് ഇല്ല എന്നല്ല പറയുന്നത്, പതിയെ മൂവ് ചെയ്യുന്ന സാധനങ്ങളുടെ കാറ്റഗറീസിൽ വന്നതാണ്. പിന്നെ നോ മൂവിങ്, ഒട്ടും മൂവ് ചെയ്യാത്ത പ്രൊഡക്ട്സ് ഏതാണ്? ഒട്ടും മൂവ് ചെയ്യാത്തത് നോ മൂവിങ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഹോസ്പിറ്റലില്? എന്തെങ്കിലും അറിയോ? ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ പേര്? അധികം മൂവ് ചെയ്യാത്തൊരു ഐറ്റം എന്തായിരിക്കും ഹോസ്പിറ്റലില്? മരുന്നാണെന്ന് പറയരുത് കേട്ടോ. എന്തായിരിക്കും അധികം മൂവ്മെന്റ്സ് കുറവുള്ളത്? അറിയില്ല. ഒട്ടും മൂവ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് എന്തായിരിക്കും ഹോസ്പിറ്റലില് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതില്? എക്യുപ്മെന്റ്സുകളാണോ? ഡിവൈസസുകളാണോ? മറ്റ് മെറ്റീരിയൽസുകളാണോ? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസുകളാണോ? ഏതായിരിക്കും? എക്യുപ്മെന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിലോ, നമ്മൾ ഒരു ഉപകരണം ഹോസ്പിറ്റലിൽ വാങ്ങിച്ചിരിക്കുന്നത് ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഓൾറെഡി അതിന്റെ ഒരു സ്പെയർ പാർട്സും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. യെസ്, അത് പെട്ടെന്നായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പുതിയ ഉപകരണം വെച്ച് ഒരു 2 മാസം കഴിഞ്ഞിട്ടും അത് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന എക്യുപ്മെന്റ് എടുത്ത് ഉപയോഗിക്കോ? ഇല്ല. എന്തായാലും ക്യാപിറ്റൽ, അതായത് ഏറ്റവും മുതൽ മുടക്കുള്ള ഉപകരണങ്ങളാണ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ഏറ്റവും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ. അപ്പൊ അതിന്റെ ചെറിയ രീതിയിൽ സ്പെയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സൂക്ഷിച്ചിട്ടുണ്ടാവും. അത് ഓൾറെഡി എന്തായിരിക്കും? ഓൾറെഡി സ്റ്റോറിൽ തന്നെ എപ്പോഴും എന്താണ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അത് പെട്ടെന്നൊന്നും മൂവ് ചെയ്യുന്നില്ല. എപ്പോഴും ഒരു ദീർഘകാല പീരീഡ് കഴിഞ്ഞാൽ മാത്രം നമുക്കത് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ FSN എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് പ്രൊഡക്ട്സ്, അതേപോലെ തന്നെ സ്ലോ മൂവിങ് പ്രൊഡക്ട്സ് ആൻഡ് നോ മൂവിങ് പ്രൊഡക്ട്സ്. നമ്മുടെ ടെസ്റ്റിൽ തെറ്റാണുള്ളത്, ഓൺ എന്നാണ് കിടക്കുന്നത് കേട്ടോ. നോ മൂവിങ് പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ മെറ്റീരിയൽസിന് സ്റ്റോറിൽ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ STE. എന്നത് STE ക്ലാസിഫിക്കേഷൻ എന്താണ്? പർച്ചേസിംഗ് പ്രോബ്ലം, ലീഡ് ടൈം, analysis and difficult to get availability of the item, purchasing and easy to attain strategies.
SGE. S എന്താണ് പറയുന്നത്? Scarce to attain in a regard to analyst and difficult to get availability of the item. ടെക്സ്റ്റിൽ എന്തെങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുന്ന നോക്കിയേ. SGE അതേപോലത്തെ PDF കാണുന്ന പോലെ തന്നെയാണെന്ന് നോക്കിയേ. അതായത് ഇത്രയും പറഞ്ഞാല് നമുക്ക് ലീഡ് ടൈം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ലീഡ് ടൈം എന്താണ്? ഒരു മെറ്റീരിയൽ നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടാനുള്ള ഒരു ടൈം ഗ്യാപ്പ് ആണ് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലീഡ് ടൈമിൽ പ്രോബ്ലംസ് അനുഭവപ്പെടുന്ന പ്രൊഡക്റ്റിന്റെ കാറ്റഗറിയാണ് STE കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ S എന്ന് പറയുന്നത് എന്താണ്? സ്കേഴ്സ് അല്ലെങ്കിൽ ദൗർലഭ്യമായിട്ടുള്ള വസ്തുക്കളാണ്. അതായത് നമുക്ക് ചിലപ്പോൾ എന്താണ് സ്റ്റോറിൽ ഓൾറെഡി നമുക്ക് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്ത മെറ്റീരിയൽസ് ആണ്. അതായത് അതിന് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടില്ല, ദൗർലഭ്യം ഉണ്ടാവുന്നത്. നമുക്ക് ഒരിക്കൽ മാത്രം ചിലപ്പോൾ സ്റ്റോർ ചെയ്യാൻ പറ്റും, പിന്നീട് അത് കിട്ടാനായിട്ട് ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കും. ഇത് ടൈം ഗ്യാപ്പ് ഒരുപാട് കൂടുതൽ എടുത്തതായിരിക്കും. അപ്പൊ S എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? സ്കേഴ്സ് ആണ് കേട്ടോ. സ്കേഴ്സ് എന്നാൽ അപൂർവമായി ദൗർലഭ്യം എന്നൊരു മീനിങ് ആണ്. ഇനി അങ്ങനെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ D എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിഫിക്കൽട്ടി ടു ഗെറ്റ് അവൈലബിലിറ്റി ഓഫ് ദ ഐറ്റം. എന്താണ് ഡിഫിക്കൽട്ടി ടു ഗെറ്റ് അവൈലബിലിറ്റി ഓഫ് ദ ഐറ്റം എന്ന് പറയുന്നത്? D എന്തായിരിക്കും? ഡിഫിക്കൽട്ടി ടു ഗെറ്റ് അവൈലബിലിറ്റി ഓഫ് ദ ഐറ്റം. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ? ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവൈലബിലിറ്റി ഏറ്റവും കുറവുള്ള മെറ്റീരിയൽസ് ആണ് എന്താണ് D എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ടു ഗെറ്റ് അവൈലബിലിറ്റി ഓഫ് ദ ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? E എന്തിനെ സൂചിപ്പിക്കുന്നു? പർച്ചേസിംഗ് ആൻഡ് ഈസി ടു അറ്റൈൻ സ്ട്രാറ്റജീസ്. എന്തിനാണ്? ഈസി ടു അറ്റൈൻ. ഈസി ടു അറ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈസി ടു അറ്റൈൻ എന്താണ്? എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ്? പെട്ടെന്ന് ലഭ്യമാകുന്ന വസ്തുക്കള് അല്ലെ? പെട്ടെന്ന് ലഭ്യമാകുന്ന മെറ്റീരിയൽസ്, അതായത് എന്താണ് അവൈലബിലിറ്റി കൂടുതലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ST എന്ന് പറയുന്നത് S എന്ന് സൂചിപ്പിക്കുന്ന ഏറ്റവും ദൗർലഭ്യമുള്ള മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓൾറെഡി ഒറ്റ പ്രാവശ്യം ചിലപ്പോൾ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം അതിന് സമയം എടുത്തെന്നിരിക്കും. D എന്ന് പറയുന്നത് ഏറ്റവും ഡിഫിക്കൽട്ട് ഉള്ളത്, നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ട് കിട്ടുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് ആയിരിക്കും അത്. ഓക്കെ, E എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പെട്ടെന്ന് ലഭ്യമാകുന്ന വസ്തുക്കൾ. അപ്പൊ അങ്ങനെ 3 കാറ്റഗറീസിലാണ് ഇതിനെ, 3 രീതിയിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ദൗർലഭ്യമുള്ളത് അല്ലെങ്കിൽ ഒട്ടും കിട്ടാത്ത ബുദ്ധിമുട്ടുള്ള മെറ്റീരിയൽസ്, ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന മെറ്റീരിയൽസ്. ആ ഒരു രീതിയിലാണ് ഇൻവെന്ററീസിൽ നമ്മൾ STE ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നത്. മനസ്സിലായോ? പിള്ളേരെ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഗോൾഫ്. ഗവൺമെന്റ്, ഓർഡിനറി, ലോക്കൽ ആൻഡ് ഫോറിൻ പർച്ചേസ്. ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സോഴ്സ് ഓഫ് ദ മെറ്റീരിയൽ. ഗോൾഫ് സോഴ്സ് ഓഫ് ദ മെറ്റീരിയൽ എന്താണ്? G എന്താണ്? ഗവൺമെന്റ്, O for ordinary, then L for local and foreign purchase. എന്താണിത്? എന്ത് തരം ക്ലാസിഫിക്കേഷൻ ആണിത്? ഗോൾഫ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽസിന്റെ സ്രോതസ്സാണ് ഇവിടെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഗവൺമെന്റ് ഫണ്ടിൽ നിന്നുള്ള സ്രോതസ്സാണോ, ഓർഡിനറി ഫണ്ടിലുള്ള മെറ്റീരിയൽസ് ആണോ, ലോക്കൽ ഫണ്ടിലുള്ള മെറ്റീരിയൽസ് ആണോ, ഫോറിൻ പർച്ചേസസ് ഉള്ള മെറ്റീരിയൽസ് ആണോ എന്നുള്ളൊരു ആ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ. നമുക്ക് വരുന്ന മെറ്റീരിയൽസിന്റെ സ്രോതസ്, സോഴ്സ് എവിടെയാണ് എന്നുള്ള രീതിയിലാണ് ഗോൾഫ് എന്ന ക്ലാസിഫിക്കേഷൻ വരുന്നത്. മനസ്സിലായോ? എന്താണ് ഗോൾഫ് എന്ന ക്ലാസിഫിക്കേഷൻ? ഏത് സ്രോതസ്സിൽ നിന്നാണ് നമുക്ക് മെറ്റീരിയൽ ലഭ്യമാകുന്നത് എന്നതാണ് കേട്ടോ. അപ്പൊ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും, ഓർഡിനറി പർച്ചേസിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ ഉണ്ടാവും, ലോക്കൽ പർച്ചേസിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽ, അതേപോലെ എന്താണ് ഫോറിൻ പർച്ചേസിൽ നിന്ന് കിട്ടുന്ന മെറ്റീരിയൽസ്. അപ്പൊ നമുക്ക് ഇത് എവിടെ നിന്നാണോ ഇതിന്റെ ഉറവിടം, ഇതിന്റെ സ്രോതസ് അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന രീതിയിലാണ് ഗോൾഫ് എന്ന് നമ്മൾ ഈ ഇൻവെന്ററീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ? മനസ്സിലായോ? ഓക്കെ, ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് SOS, സീസണൽ ആൻഡ് ഓഫ് സീസണൽ. നമുക്ക് അറിയാൻ പറ്റുമല്ലോ സീസണൽ ഓഫ് സീസണൽ എന്താണെന്ന്.
അതായത് മെറ്റീരിയൽ സീസണാലിറ്റി ഓഫ് ദ ഐറ്റം. ടു പ്ലാൻ പർച്ചേസ് സ്റ്റോറിംഗ് സ്ട്രാറ്റജീസ്. ഇതന്നെയാണോ ടെക്സ്റ്റില്? ടെക്സ്റ്റ് മുഴുവൻ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാം. നമ്മൾ നോക്കിയ 8ാമത്തെ പോയിന്റ് ഇങ്ങനെ തന്നെയാണോ കൊടുക്കുന്നത്? ഒന്നുമില്ല, ഈ പോയിന്റ് ഇങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങോട്ട് പ്രിന്റഡ് ആയിരിക്കുന്നതാണ് കേട്ടോ. ഈ താഴത്തെ പോയിന്റ് തന്നെ മുകളിലേക്ക് പ്രിന്റ് ആയിരിക്കുന്നതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എസ്ഒസ് എന്ന് പറയുന്നത് എന്താണ്? സീസണാലിറ്റി ഓഫ് ദ ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ചില വസ്തുക്കൾക്ക്, ചില സാധനങ്ങൾക്ക് സീസണിൽ മാത്രമേ, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ എന്താ പറയേണ്ടത്? കൂട എപ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ അംബർല, നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അംബർല എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? മഴയത്തും വെയിലത്തും ഉപയോഗിക്കുന്ന ഉത്തരം പറയരുത്. എന്തായാലും മഴക്കാലത്താണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെ? ഓക്കെ, യെസ്, മഴ സീസണിൽ. അപ്പൊ എന്താണ് സീസണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നതിന്റെ കാരണം എന്താ? ഒരു വസ്തുവിന്റെ സീസൺ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എസ് എന്ന് പറയുന്നത് എന്താണ്? സീസണൽ ആൻഡ് ഓഫ് സീസണൽസ്. ഓക്കെ, അതായത് ഒരു മെറ്റീരിയലിന് എപ്പോഴാണ് അതിന്റെ ആവശ്യം കൂടുതൽ, അതിന്റെ സീസൺ എപ്പോഴാണ്, ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ അത്തരം മെറ്റീരിയൽസുകൾ ഓൾറെഡി സ്റ്റോറിൽ പർച്ചേസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ അതായത് ഒരു വസ്തുവിന്റെ സീസണാലിറ്റി എപ്പോഴാണോ അതിനനുസരിച്ച് മാത്രം കാറ്റഗറൈസ് ചെയ്യുന്ന, ക്ലാസിഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് എന്ത്? SOS എന്ന് പറയുന്നത്, സീസണൽ ആൻഡ് ഓഫ് സീസണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഒരു വസ്തുവിന്റെ സീസണാലിറ്റി അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലിയർ? നെക്സ്റ്റ് വൺ, വെയിൻ. VEIN, vital and normal, importance of purchase to restrain essential important equipment. VEN എന്തായിരിക്കും V എന്ന് സൂചിപ്പിക്കുന്നത്? ടീച്ചർ പറയുന്നതൊന്ന് നോട്ട് ചെയ്യട്ടോ. V എന്ന് പറയുന്നത് vital critical items. V, vital critical items. Vital critical items. E എന്തായിരിക്കും? Essential. E for essential. Essential. I for important. I for important. Important. N for not critical. Not critical. N for not critical. Not critical or can be removed. Or can be removed. Not critical or can be removed. അതായത് ഇതും എസെൻഷ്യൽ ആയിട്ടുള്ളത് തന്നെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം. വെയിൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇത് നമ്മൾ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട, മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അതായത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, ഏറ്റവും പ്രധാനമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, എസെൻഷ്യൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളെന്താ എന്താണ് സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് നോർമൽ എന്ന് സൂചിപ്പിക്കാം കേട്ടോ. നോർമൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ വെയിൻ എന്ന ക്ലാസിഫിക്കേഷൻ സ്റ്റോർസ് ഇൻവെന്ററീസിൽ നടത്തപ്പെടുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, എസെൻഷ്യൽ ആയിട്ടുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, നോർമൽ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ കാറ്റഗറൈസേഷൻ ആണ് എന്ത്? വെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? 9ാമത്തേത് മനസ്സിലായോ? Next one, 10th one, RAM. RAM എന്താണ്? Reliability, availability and maintenance. ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. RAM അണ്ടർലൈൻ ചെയ്യണേ. Reliability, availability and maintenance. This relies on service of the equipment, plan, purchase factors and functioning and the maintenance capacity of the equipment. RAM എന്ന് പറയുമ്പോൾ റിയലബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? റിയൽ എന്താണ്? റിയലബിലിറ്റി മീൻസ് വിശ്വസ്തത. ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള മെറ്റീരിയൽസുകൾ, അല്ലെ, ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ
അവൈലബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവൈലബിലിറ്റിയും സ്പെയർ പാർട്സിന്റെ അവൈലബിലിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്പെയർ പാർട്സിന്റെ ലഭ്യത, അതായത് ഓരോ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ സ്പെയർ പാർട്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അവൈലബിലിറ്റി കൂടി ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എക്യുപ്മെന്റ്സ് മാത്രമല്ല, അതിന്റെ അവൈലബിൾ സ്പെയർ പാർട്സ് കൂടി അതിൽ ലഭ്യമായിരിക്കണം. ഓക്കെ. ആൻഡ് മെയിന്റനൻസ് എന്താണ്? മെയിന്റനൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെ, അതായത് ഏറ്റവും വിശ്വസനീയമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ സ്പെയർ പാർട്സോട് കൂടി നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഉപകരണങ്ങളാണ് റാം അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആണ് റാം എന്ന ക്ലാസിഫിക്കേഷൻസിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഇത് പ്രധാനമായും നമ്മൾ എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് റാം എന്ന ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. ഓക്കെ. അതായത് നമ്മളൊരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അത് ഏറ്റവും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള എക്യുപ്മെന്റ് ആയിരിക്കും, മാത്രമല്ല അതിന്റെ സ്പെയർ പാർട്സുകൾ അവൈലബിൾ ആയിരിക്കും, മാത്രമല്ല അത് കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു എക്യുപ്മെന്റ്സ് കൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു കാറ്റഗറൈസിൽ, ഈ ഒരു ക്ലാസിഫിക്കേഷൻസിൽ നമ്മൾ സ്റ്റോറിൽ ഓൾറെഡി സ്റ്റോക്ക് ചെയ്ത മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ റാം? ഓക്കെ. അപ്പൊ നിങ്ങൾ ആറും എയും എമ്മും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പഠിക്കണം കേട്ടോ. ബാക്കി അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇതിന്റെ ഓരോ ലെറ്റേഴ്സ് ആണ് ഇടയ്ക്ക് ചോദിക്കാറുള്ളത്. അപ്പൊ ആർ എന്തിനെ സൂചിപ്പിക്കുന്നു, എ എം എന്താണെന്നുള്ളത് പഠിക്കാം കേട്ടോ. അങ്ങോട്ട് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഫോർ ഇൻവെന്ററി കൺട്രോൾസ്. ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്? ABC, BET, HML, XYZ, FSN, STE, Golf, SOS, and Weight Ram. ABC എന്താണ്? ABC എന്തിന്റെ അടിസ്ഥാനത്തിൽ വെച്ചാൽ ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് ആണ്. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മൾ ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് ചെയ്യുന്നത്. അതായത് സ്റ്റോറിനകത്ത് നമുക്ക് നിയന്ത്രിതമായിട്ട് മെറ്റീരിയൽസിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ കാറ്റഗറൈസേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഐറ്റംസ് ആണ് എയിൽ വരുന്നത്? എയിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയായിരുന്നു? എയിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞത്? ഹൈ വോളിയംസ് ഉള്ള ഐറ്റംസ്. ബി ഏതാണ്? മോഡറേറ്റ് ആയുള്ളത്. സി എന്ന് പറയുന്നത് ലോ വാല്യൂസ് ഉള്ള മെറ്റീരിയൽസ്. ഓക്കെ. അപ്പൊ ആ ഒരു അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ. ഇനി VED എന്ന് പറയുന്നത് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ളതും എസെൻഷ്യൽ ആയിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ കാറ്റഗറീസ്, അതായത് ക്രിട്ടിക്കൽ നേച്ചർ ഓഫ് ദ പെർട്ടിക്കുലർ ഐറ്റംസ് ആണ് ബെഡ് എന്ന കാറ്റഗറിയിൽ വരുന്നത്, അല്ലെങ്കിൽ VED എന്ന കാറ്റഗറിയിൽ വരുന്നത്. HML എന്ന് പറയുന്നത് അതിന്റെ പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ ഹൈ പ്രൈസ്, മീഡിയം പ്രൈസ്, ലോ പ്രൈസിന്റെ അടിസ്ഥാനത്തിലാണ് HML വരുന്നത്. XYZ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഷെഡ്യൂൾഡ് ഇന്റർവെൽസിൽ നിശ്ചിത ഇടവേളയിൽ കിട്ടുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ XYZ എന്ന കാറ്റഗറിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ്. FSN എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, സ്ലോ മൂവിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, പിന്നെ നോ മൂവിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻസ്. STA എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സ്കേഴ്സിറ്റി ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ദൗർലഭ്യമുള്ള മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഏറ്റവും കിട്ടാനായിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ള മെറ്റീരിയൽസ്, പിന്നെ എന്താണ് ഈസി ടു അറ്റൻഡ് പെട്ടെന്ന് കിട്ടുന്ന മെറ്റീരിയൽസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ STA ക്ലാസിഫൈ ചെയ്യുന്നത്. ഗോൾഫ് എന്ന് പറയുന്നത് ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ഈ മെറ്റീരിയൽസ് വരുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഗോൾഫിലെ G എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗവൺമെന്റ്, ഓർഡിനറി, L for local and F for foreign purchase. ഇതാണ് 4 സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 സോഴ്സിൽ നിന്നുള്ള മെറ്റീരിയൽസ് നമ്മുടെ ഈ 4 രീതിയിലായിരിക്കും ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ SOS എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ സീസണാലിറ്റി അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. വെയിൽ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മെറ്റീരിയൽസിന്റെ കാറ്റഗറീസിലാണ് ഇത് വരുന്നത്, വെയിൽ വരുന്നത് അല്ലെ. അതായത് ആ ഒരു ഐറ്റത്തിന്റെ നിർണായകമായിട്ടുള്ള സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് വൈറ്റൽ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഐറ്റംസ്, E എന്ന് സൂചിപ്പിക്കുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ്, I എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഐറ്റംസ്, അല്ലെങ്കിൽ N എന്ന് പറയുന്നത് നോർമൽ ഐറ്റംസ്. ഓക്കെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു കാറ്റഗറൈസേഷൻ ആണ് വെയിൻ. റാം എന്ന് പറയുന്നത് ആ ഒരു എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. റാം റിയലബിലിറ്റി, അവൈലബിലിറ്റി ആൻഡ് മെയിൻ്റനൻസ് എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ 10 ഓക്കെ.
ഇനി നമുക്ക് ABC അനാലിസിസ് എന്താണെന്ന് പഠിക്കാം. ഇതില് ഓരോ ഐറ്റംസിന്റെ കീഴിൽ വരുന്നത് എന്തൊക്കെ പ്രൊഡക്ട്സുകളാണെന്ന് നമ്മളോട് പഠിക്കുന്നത്. എന്താണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്? മെയിൻറ്റെയിൻ എ പ്രോപ്പർ കൺട്രോൾ ഓഫ് ഇൻവെന്ററീസ് ആർ ടെക്നിക്സ് ഈസ് യൂസ്ഡ്. നമ്മൾ ABC എന്നാൽ ഈ ആൽഫബറ്റിക്കൽ അപ്രോച്ചസ് വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻവെന്ററീസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, അത് അനായാസം നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ആൽഫബറ്റിക് കോഡുകൾ കൊടുത്തിട്ട് ഓരോ ഐറ്റംസിന് അതിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും നമ്മൾ ABC അനാലിസിസ് പ്രകാരം മെറ്റീരിയൽസിന് നമ്മൾ 3 ഗ്രൂപ്പുകളായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു 3 ഗ്രൂപ്പ്സ്. പ്രധാനമായിട്ടും ഇൻവെന്ററിയിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത് ABC എന്ന കാറ്റഗറൈസിലാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? എസെൻഷ്യൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ നേരത്തെ പഠിച്ച ബാക്കിയുള്ള ആൽഫബറ്റ്സ് കോഡുകൾ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറീസിൽ ഉൾപ്പെടുന്ന 3 ഗ്രൂപ്പ്സുകളാണ് എന്ത്? ABC എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ A B and C according to the cost of the materials and money value of the consumption. അതായത് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എങ്ങനെയാണ്? ആ വസ്തുവിന് എത്രത്തോളം മൂല്യം വരുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ വസ്തുവിനെ കാറ്റഗറി ചെയ്യുന്നത്. അതിന്റെ വാല്യൂ, മണി വാല്യൂ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ വസ്തുക്കളെയും ABC എന്ന അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? AB അനാലിസിസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മള് പ്രോപ്പർ ആയിട്ട് ഇൻവെന്ററി കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. മാത്രമല്ല ഇവിടെ നമ്മൾ 3 ആയിട്ടാണ് വസ്തുക്കളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിന്റെ വാല്യൂന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത് ഇത്രയും കാര്യങ്ങള്? അപ്പൊ നമുക്ക് ഓരോ ഐറ്റംസ് ഏതൊക്കെയാന്ന് പഠിക്കാം. A ഐറ്റംസില് in whole of the inventory there are few costly items which come under this flow. നമ്മള് A ഐറ്റംസിൽ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും വരുന്നത്? ഇൻവെന്ററിയില് കോസ്റ്റ്ലി ഐറ്റംസ് ആയിരിക്കും A ഐറ്റം കാറ്റഗറിയിൽ. ഏറ്റവും വില കൂടിയ ഉൽപ്പന്നങ്ങളായിരിക്കുള്ളൂ ഇതിൽ വരുന്നത്, മെറ്റീരിയൽസ് ആയിരിക്കുള്ളൂ A ഐറ്റം കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, അതായത് മൊത്തം സ്റ്റോക്കിന്റെ ഏറ്റവും വില കൂടിയിട്ടുള്ള ഐറ്റംസ് ആണ് A ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. പക്ഷെ ഇതിന്റെ നമ്പർ എത്രത്തോളം ഉണ്ടാവും? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഏറ്റവും വില കൂടിയ ഐറ്റംസിന്റെ എണ്ണം കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കൂടുതലായിരിക്കോ കുറവായിരിക്കോ? വില കൂടിയ ഉപകരണങ്ങളുടെ എണ്ണം കൂടുതലായിരിക്കും കുറവായിരിക്കും? എണ്ണം കുറവായിരിക്കും അല്ലെ? വില കൂടിയ ഐറ്റംസിന്റെ കീഴിൽ വരുന്ന മെറ്റീരിയൽസിന്റെ നമ്പർ അല്ലെങ്കിൽ എണ്ണം കുറവായിരിക്കും കേട്ടോ. യെസ്, these item may not be more than 10% of the total items but consumes about 70% of the total budget. Okay, അപ്പൊ നമ്മുടെ ടോട്ടൽ ഐറ്റംസ് മൊത്തം സ്റ്റോക്സിന്റെ ഒരു എന്താണ് 10% മാത്രമേ ഇത്തരം ഐറ്റംസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുള്ളൂ. അതായത് എന്താണ് ഐറ്റംസ്, അതായത് ടോട്ടൽ നമുക്ക് 70% ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിന് 10% മാത്രം എന്തായിരിക്കുള്ളൂ? കോസ്റ്റ്ലി ഐറ്റംസിന് മാത്രമായിട്ടാണ് നമ്മൾ അതിന്റെ 10% മാത്രമേ നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണ്? അത് ഏറ്റവും വില കൂടിയ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ടാണ് അതിന് 10% ഓഫ് ദ ടോട്ടൽ ഐറ്റംസിന്റെ കാറ്റഗറീസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി സോ നീഡ് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. ഇത്രയും വില കൂടിയ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പർ ആയിട്ട് സ്റ്റോറും ചെയ്തിരിക്കണം, പ്രോപ്പർ ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തിരിക്കണം അല്ലെ? നല്ല രീതിയിൽ ഇത് സ്റ്റോറേജ് ഉണ്ടായിരിക്കണം, മാത്രമല്ല നല്ല രീതിയിൽ അതിനെ എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ്? കോസ്റ്റ്ലി ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമ്മള് നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്തിരിക്കുക, നല്ല രീതിയിൽ സ്റ്റോറും ചെയ്യാം. Then overstocking is avoided. Only necessary quantities of these inventories are purchased and stocked. നമ്മൾ ഒരിക്കലും ഇത്തരം ഉപകരണങ്ങൾ അല്ലെങ്കിൽ വില കൂടിയ ഉപകരണങ്ങള് സ്റ്റോക്കിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഓവർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ആവശ്യമായിട്ട് രീതിയിൽ മാത്രം നമ്മൾ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല കൃത്യമായിട്ട് സ്റ്റോക്ക് ചെയ്യുകയും വേണം. ഓക്കെ, നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കാനായിട്ട് ബാക്കി മെറ്റീരിയൽസ് അവിടെ ഓൾറെഡി അതിൽ സൂക്ഷിച്ചിട്ടുണ്ടാവില്ല, സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഓവർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. എന്തുകൊണ്ടാണ് ഓവർ ആയിട്ട് യൂസ് ചെയ്തെന്ന് പറയുന്നത്? കോസ്റ്റ്ലി ഐറ്റംസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ കൂടുതലായിട്ട് യൂസ് ചെയ്തെന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല നിശ്ചിതമായിട്ടുള്ള രീതിയിൽ ഇതിനെ സ്റ്റോക്ക് ചെയ്യുകയും വേണം. ഓക്കെ,
എ ഐറ്റംസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ഏത് ഗ്രൂപ്പാണ്? കോസ്റ്റ്ലി ആയിട്ട് ഐറ്റംസ് ആണ് അല്ലെ, ഏറ്റവും വില കൂടിയ ഉൽപ്പന്നങ്ങൾ മെറ്റീരിയൽസ് ആണ് എ ഐറ്റംസിൽ വരുന്നത്. ഓക്കെ, ഇനി these items may not be more than 10% of the total ആയിട്ട്, അതായത് ഇതിന്റെ ഒരു 10% മാത്രമേ ഈ പറയുന്ന ഐറ്റംസ് ഉൾപ്പെടുന്നുള്ളൂ. കാരണം നമ്മുടെ ഓൾറെഡി സ്റ്റോക്കില് 10% മാത്രമേ എന്ത് ഉൾപ്പെടുന്നുള്ളൂ? കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉൾപ്പെടുന്നുള്ളൂ. ഓക്കെ, യെസ്. സോ ഇത് അപ്പൊ അത്തരം തന്നെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്, ഇത്തരം വില കൂടിയ ഉപകരണങ്ങൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് കൃത്യമായി അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടും ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഇത് ഓവർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? Overstocking is avoided. Only necessary quantities of these inventories are purchased and stocked. നമ്മൾ ഓവറായിട്ട് യൂസ് ചെയ്തത് അതിൽ ആവശ്യാനുസരണം മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഇത് പർച്ചേസ് ചെയ്യുകയും അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യാൻ പാടുള്ളൂ. മെയിൻ കാരണം എന്ന് പറയുന്നത് ഇത്രയും വില കൂടിയ ഉൽപ്പന്നങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് ഇതിന് ഇത്രയും രീതിയിൽ നമ്മൾ അതിനെ ഏറ്റവും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ ഈ ഐറ്റംസ് എന്താണെന്ന്? മനസ്സിലായില്ല? മനസ്സിലായില്ല എന്നുള്ളതിന്റെ എസ് ആണോ പറഞ്ഞത് ഫെമിന? നമ്മൾ ടോട്ടൽ ബഡ്ജറ്റ് എടുക്കുമ്പോൾ 70% ബഡ്ജറ്റും ഇതിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും പക്ഷെ 10% മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? അതിന്റെ ഈ ഐറ്റംസ് അതിൽ ഉൾപ്പെടുന്നുള്ളൂ കേട്ടോ. ഇനി ഓക്കെ, എ ക്ലിയർ ആണെങ്കിൽ ബി പറയാം. എ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ഐറ്റം ആണ്. ബി എന്ന് പറയുന്നത് എങ്ങനത്തെ ഐറ്റം ആയിരിക്കും? ബി എന്ന് പറയുന്നത് എങ്ങനത്തെ ഐറ്റം ആയിരിക്കും? ഐറ്റം അണ്ടർ ദിസ് ഗ്രൂപ്പ് ആർ നൈദർ കോസ്റ്റ്ലി ഓർ ചീപ്പ്. These items constitute 20% of the total quantity of the inventories and 20% of the total expenditure of the inventories. Okay, so B items എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? എന്തിന്റെ ഇടയിലാണ് B items വരുന്നത്? ഒരുപാട് കോസ്റ്റ്ലിയും അല്ല, ഒരുപാട് ചീപ്പിലല്ല, ഒരു മോഡറേറ്റ് ലെവലിലാണ് എന്ത് വരുന്നത്? B ഐറ്റം എന്ന് പറയുന്നത്. ഓക്കെ, B items എന്ന് പറയുമ്പോൾ എന്താണ്? കോസ്റ്റ്ലി അല്ല, ഒരുപാട് കോസ്റ്റ്ലിയും അല്ല, എന്നാലും കോസ്റ്റ്ലി ആണും താനും, എന്നാൽ പോലും തന്നെ ഒരുപാട് ചീപ്പും അല്ലാത്ത മെറ്റീരിയൽസ് ആണ്. ഒരുപാട് വില കൂടുതലും അല്ല, എന്നാൽ കുറവും അല്ല, രണ്ടിന്റെ ഇടയിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ബി ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? These items constitute 20% of the total quantity of the inventories. അതായത് നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ 100% ആണെങ്കിൽ അതിന്റെ 20% എന്തിനായിട്ടായിരിക്കും? ബി ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ 100%-ല് 20%-ഉം എന്തായിരിക്കും? ബി ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മാത്രമല്ല 20% of the total expenditure of the inventories. എന്താ പറയുന്നത്? 20% ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 20% നമ്മൾ എന്തിനു വേണ്ടി തന്നെയാണ്? ബി ഐറ്റംസിന് തന്നെയാണ് നീക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായത്? 100% ആണെങ്കിൽ അതിന്റെ 20% നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? 20% മുഴുവനും ബി ഐറ്റംസ് ആയിരിക്കും. അതായത് വില കൂടിയതുമല്ല, എന്നാൽ ഏറ്റവും കുറവായിട്ടുള്ള മെറ്റീരിയൽസും അല്ല, ഏകദേശം ഒരു മോഡറേറ്റ് റേറ്റിൽ നിൽക്കുന്ന മെറ്റീരിയൽസും 100%-ല് 20%-ഉം ഇത് തന്നെയായിരിക്കും, ബി ഐറ്റംസ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് സി ഐറ്റംസ് എന്തായിരിക്കും? സി. These items are comparatively cheaper in cost and represents 70% of the total quantity of the inventories and 10% of the total expenditure of inventories. സി ഐറ്റംസ് ഏത് കാറ്റഗറി ആയിരിക്കും സി ഐറ്റം എന്ന് പറയുന്നത്? വളരെ ചിലവ് കുറഞ്ഞ ചീപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് സി ഐറ്റംസിലുള്ളത് കേട്ടോ. വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ വരുന്നത്, സി ഐറ്റം കാറ്റഗറീസിൽ ഉൾപ്പെടുന്നത്. മാത്രമല്ല എന്താണ്? These items are represent 70% of the total quantity of the inventories. അതായത് ആ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 70%-ഉം അടങ്ങിയിരിക്കുന്നത് സി ഐറ്റംസിലാണ്. ഓക്കെ, നമ്മുടെ ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ 70% അടങ്ങിയിരിക്കുന്നത് ഏത് കാറ്റഗറീസ് ആണ് വരുന്നത്?
സി ഐറ്റംസ് ആണ് ഉൾപ്പെടുന്നത് കേട്ടോ. ഇനി ടോട്ടൽ എക്സ്പെൻഡിച്ചറിന്റെ 10% ഇൻവെന്ററീസും സി ഐറ്റംസിന്റെ കാറ്റഗറീസിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. സി ഐറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? ചീപ്പർ ആയിട്ടുള്ള ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ലോ കോസ്റ്റ് ഐറ്റംസും. ബി എന്ന് പറയുന്നത് ചീപ്പറും അല്ല എന്നാ കോസ്റ്റ്ലി അല്ല, രണ്ടിന്റെ ഇടയിൽ മോഡറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഐറ്റംസ് ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൽ വരുന്നത്, എ ഐറ്റംസിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാമോ? എ ബി സി എന്നുള്ളതൊന്ന് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ ഇതിന്റെ എക്സ്പ്ലനേഷൻസ് പഠിക്കണ്ട കേട്ടോ. ഓരോ കാറ്റഗറിയിലെ ഐറ്റംസ് ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ഈ എക്സ്പ്ലനേഷൻസ് ഒന്നും പഠിച്ചു വെക്കണ്ട കേട്ടോ. എയിൽ ഏതാണ്, ബിയിൽ ഏതാണ്, സിയിൽ ഏതാണ് മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളത് മനസ്സിലാക്കിയിരിക്കുക, പഠിക്കണ്ടെന്നല്ല മനസ്സിലാക്കുക. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ്, നമ്മളിങ്ങനെ കോഡ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഓരോ അനാലിസിസ് ABC അനാലിസിസ് ചെയ്യുന്നതിന്റെ പ്രധാന അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. Investment inventories can be regulated and funds can be utilized in a best possible manner. ഇങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത്? നമ്മൾ കൊടുക്കുന്ന പണം നമുക്ക് കൃത്യമായിട്ട് എന്താണ് നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാറ്റഗറൈസ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് എന്താണ്, ഏതിനൊക്കെ ഏതൊക്കെ രീതിയിൽ വിനിയോഗിക്കണമെന്ന് നിയന്ത്രിക്കണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. മാത്രമല്ല എന്താണ്, ആവശ്യമില്ല ഒരുപാട് എമൗണ്ട് അങ്ങനെ പോവുകയുമില്ല. ഒരു നിയന്ത്രിതമായ രീതിയിലായിരിക്കും നമ്മള് മുടക്കുന്ന പണം നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, നമുക്ക് മുടക്കുന്ന പണം കൃത്യമായിട്ട് ഇൻവെന്ററീസിൽ നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, പിന്നെന്താണ്, സയന്റിഫിക് ആൻഡ് സെലക്റ്റീവ് കൺട്രോൾ ഹെൽപ്സ് ഇൻ ദ മെയിൻറ്റെയിൻസ് ഓഫ് ദ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേറ്റ്. സയന്റിഫിക് ആൻഡ് selective control helps in the maintenance of high stock turnover rate. എന്തായിരിക്കും പറയുന്നത്? നമ്മൾ ഓരോ ഐറ്റംസിനെ വളരെ സയന്റിഫിക് മാനറിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതായത് ഓവർ സ്റ്റോക്കുകൾ വരാതെ എത്ര എണ്ണം കൃത്യമായി വേണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതോട് നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. മാത്രമല്ല നമ്മുടെ നിയന്ത്രണം ഉണ്ട്. അതായത് ABC അനാലിസിസ് ചെയ്യുന്നതിലൂടെ ഇൻവെന്ററീസിന്റെ അകത്ത് എന്തുണ്ടാകുന്നു, കൃത്യമായ ഒരു നിയന്ത്രണം വരാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതായത് എല്ലാ മെറ്റീരിയൽസും നമുക്ക് ഒരു കൺട്രോൾഡ് മാനറിൽ സ്റ്റോക്ക് ചെയ്യാനായിട്ട്, അതായത് ഏതൊക്കെ എ ഐറ്റം, ബി ഐറ്റം, സി ഐറ്റം എന്ന ആ ഒരു ലെവലിൽ നമുക്ക് കൃത്യമായിട്ട് അതിനൊക്കെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ, ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക്. ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇനഫ് സ്റ്റോക്ക്. അതായത് ഈ ABC അനാലിസിസിലൂടെ നമുക്ക് എന്താണ്, എത്രത്തോളം സ്റ്റോക്കുകൾ എണ്ണം ഉണ്ട്, എത്രത്തോളം എണ്ണം കുറയുന്നുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് എന്താണ് അറിയാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല ആവശ്യത്തിന് സ്റ്റോക്ക് നിലനിർത്താനായിട്ടും മതിയായ രീതിയിൽ സ്റ്റോക്ക് നിലനിർത്താനായിട്ടും ഈ ഒരു ക്ലാസിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനാൽ തന്നെ ഹോസ്പിറ്റൽ വലിയ രീതിയിൽ അതായത് അവർ മുടക്കുന്ന പണത്തിന് എന്താണ് ഒരു ലാഭം എന്നല്ല, അല്ലെങ്കിൽ എന്താ പറയാ, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഡിഫിക്കൽട്ടീസുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, നമുക്ക് ഏതൊക്കെ ഐറ്റംസ് എവിടെയാണുള്ളതെന്ന് വ്യക്തമായിട്ട് ആ ഒരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണം, ഏതൊക്കെ നിയന്ത്രിതമായ മാനറിലായിരിക്കുന്നത് സ്റ്റോക്ക് ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, ABC അനാലിസിസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല മതിയായ രീതിയിൽ നമുക്ക് സ്റ്റോക്ക് നിലനിർത്താനും ഇതോടുകൂടി സഹായിക്കുന്നുണ്ട്. ഓക്കെ,
Yes, these are the advantages of ABC analysis. Okay. ഈ ലാസ്റ്റത്തെ പോയിന്റ് മൂന്ന് പോയിന്റ്സ് നോക്കിക്കോളൂ, ബൈഹാർട്ട് ചെയ്യണമെന്നില്ല, എന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ അഡ്വാൻറ്റേജസ്? ഒരു 32 ആവുമ്പോ ആട്ടോ നിങ്ങള് ടീച്ചർ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ചെയ്യാം. ഓക്കെ, ഒരു 32 ആവുമ്പോഴേക്കും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടൊന്നും ആട്ടോ. ശരി, കുറച്ചും കൂടി ഉള്ളു ചാപ്റ്റർ തീർച്ചു.
Hello. Okay. കേൾക്കാമോ? നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ ആണ് കേട്ടോ. ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ കാണുന്നുണ്ടോ? Keep receipts, records and withdrawals of the stock roll. ജോബ് സ്റ്റോർ കീപ്പർ ആണ്. സ്റ്റോറിനകത്തുള്ള എല്ലാ തരം എന്തൊക്കെയാണ് റെസീപ്റ്റ്സുകൾ, റെക്കോർഡ്സുകൾ, വിഡ്രോവൽസ് എല്ലാം തന്നെ കീപ്പ് ചെയ്യുന്നത് ആരാണ്? സ്റ്റോർ കീപ്പർ കേട്ടോ. റിസീവ്, അൺലോഡ് ആൻഡ് ഷെൽഫ് സപ്ലൈസ്. വരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ റിസീവ് ചെയ്യുന്നു, അത് അൺലോഡ് ചെയ്യുന്നു. ഇനി ഷെൽഫിൽ വെക്കേണ്ട മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള രീതിയിൽ അത് അതിൻ്റെതായിട്ടുള്ള പ്ലേസിൽ അത് അറേഞ്ച് ചെയ്യുന്നത് അദ്ദേഹമാണ്. Then do other stock related duties that include returning, packing, pricing and labeling supplies. ഇനി മറ്റ് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അതർ ഡ്യൂട്ടീസ്, അതായത് അദ്ദേഹം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മറ്റു ഡ്യൂട്ടീസ് കൂടി വേറെ കൈകാര്യം ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് എന്ത്? റിട്ടേണിങ് ചെയ്യാറുണ്ട്, പാക്കിംഗ് ചെയ്യും, പ്രൈസിങ് ചെയ്യും, അതേപോലെ മെറ്റീരിയൽസിനൊക്കെ നമ്മൾ ലേബൽ കൊടുക്കൂലേ, ലേബല് അതിന്റെ പേരുകളൊക്കെ അടങ്ങിയത് അതൊക്കെ അറേഞ്ച് ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ എക്സ്ട്രാ ടാസ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ റിലേറ്റഡ് ഡ്യൂട്ടീസ് വരുന്ന മറ്റു കാര്യങ്ങളാണ്. ഓക്കെ, അതൊന്ന് പിക്ക് ചെയ്ത്. ടു അതർ സ്റ്റോക്ക് റിലേറ്റഡ് ഡ്യൂട്ടീസ് ദാറ്റ് ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? റിട്ടേണിംഗ്, പാക്കിംഗ്, ഏതെങ്കിലും മെറ്റീരിയൽസ് റിട്ടേൺ ചെയ്യണമെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നു, പാക്ക് ചെയ്യേണ്ടത്, പിന്നെ പ്രൈസിങ് ആൻഡ് ലേബലിംഗ് സപ്ലൈസ് ഒക്കെ ചെയ്യുന്നതും അദ്ദേഹമാണ് കേട്ടോ. Then analyze deliveries for damage or discrepancies and report those to according for refreshments and record keeping. Analyze deliveries. വരുന്ന എല്ലാ ഡെലിവറീസും അദ്ദേഹം എന്ത് ചെയ്യുന്നു? വരുന്ന എല്ലാ മെറ്റീരിയൽസും ഡെലിവറിയും ചെക്ക് ചെയ്യും. അപ്പൊ അതിലെന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ ഡിസ്ക്രീപ്നസീസ് എന്ന് പറയുന്ന എന്തെങ്കിലും പൊരുത്തക്കേട് അല്ലെങ്കിൽ മിസ്മാച്ചിങ് ഒക്കെ വരുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ രേഖകൾ അല്ലെങ്കിൽ ആ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് അത് നമുക്ക് ഡാമേജ് ആയിട്ടുള്ള മെറ്റീരിയൽ വന്നാൽ നമ്മൾ ഓർഡർ കൊടുത്താൽ നല്ലതായിരുന്നു, പക്ഷെ വന്നത് മിസ്മാച്ചിങ് ആയിട്ടുള്ളതാണെങ്കിൽ എന്താണ് അത് കിട്ടാനായിട്ടുള്ള ഇതിന്റെ നമ്മൾ കൊടുത്ത പൈസ എമൗണ്ട് ഒക്കെ നഷ്ടമായിട്ടുണ്ട്, അതിന്റെ നഷ്ടപരിഹാരത്തിനുള്ള ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും അതിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് സ്റ്റോർ കീപ്പർ ആണ് കേട്ടോ. അപ്പൊ വരുന്ന എല്ലാ മെറ്റീരിയൽസും കൃത്യമായിട്ട് അനലൈസ് ചെയ്യും, എന്തിനും ഡാമേജ്ഡ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ മിസ്മാച്ചിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ വന്നതെന്ന് അദ്ദേഹം കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സുകളുടെ റെക്കോർഡ്സിൽ ആഡ് ചെയ്യുകയും എന്തെങ്കിലും മെറ്റീരിയൽസ് ഡാമേജസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് അതിന്റെ നഷ്ടമായിട്ടുള്ള തുക തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടേക്കണം. ഓക്കെ, നെക്സ്റ്റ് rotate stock and coordinate the disposal of surpluses. Rotate stock and coordinate the disposal of surpluses. സ്റ്റോക്കുകൾ റൊട്ടേറ്റ് ചെയ്യുന്നു. എന്താ റൊട്ടേറ്റ് ചെയ്യുന്ന പറയുന്നത്? അതായത് നമുക്കറിയാം സ്റ്റോറിൽ പല സാധനങ്ങൾ പല രീതിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ പല സാധനങ്ങളും വേർതിരിച്ച് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഡിസ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ് എന്ന രീതിയിൽ അതിനെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ചിലത് പൊട്ടിപ്പോയിട്ടുണ്ടാവും അല്ലെ, വന്ന മെറ്റീരിയൽസ് ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ബോട്ടിൽസ് യൂസ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലും തരത്തില് ആ പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ ആ മെറ്റീരിയലിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ച മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളാണെങ്കിൽ അതിന് ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യും. ഓക്കെ, അതായത് വരുന്ന മെറ്റീരിയൽ എല്ലാം തന്നെ കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കുകയും അതിനെ കോർഡിനേറ്റ് ചെയ്യുകയും എന്തെങ്കിലും കേടുപാടുകൾ വന്ന വസ്തുക്കളാണെങ്കിൽ അതിനെ ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്നതും സ്റ്റോർ കീപ്പർ ആണ്. ഓക്കെ, then ensure adequate record keeping and manage all documentation to confirm proper stock levels and keep inventory control. Ensure adequate record keeping and manage all documentation to confirm proper stock levels and keep inventory control. സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡ്സുകളും മാനേജ് എല്ലാ ഡോക്യുമെന്റ്സുകളും മാനേജ് ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റോക്ക് ലെവലുകൾ അല്ലെ ഇൻവെന്ററിയിലെ സ്റ്റോക്ക് ലെവലുകൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? സ്റ്റോർ കീപ്പറിന്റെ ഡ്യൂട്ടിയാണ്. അതായത് ഓൾറെഡി എല്ലാ ഡോക്യുമെന്റേഷൻസും റെക്കോർഡ്സും കീപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്റ്റോക്ക് ലെവല് പ്രോപ്പർ ആയിട്ട് സ്റ്റോക്ക് ലെവല് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ പ്രധാന ഡ്യൂട്ടീസ് ആണ് കേട്ടോ.
മനസ്സിലായോ? നമ്മുടെ സ്റ്റോറുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റെക്കോർഡുകളും മാനേജ് ചെയ്യും, എല്ലാ ഡോക്യുമെന്റ്സും മാനേജ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ്, പ്രോപ്പർ ആയിട്ട് സ്റ്റോക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. മാത്രമല്ല ഇൻവെന്ററി കൺട്രോൾസ് കൃത്യമായിട്ടൊക്കെ നടക്കുന്നുണ്ടോ, അതിലേതെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത് സ്റ്റോർ കീപ്പർ. മനസ്സിലായോ പോയിന്റ്? Okay. Then coordinate the handling of freight, the movement of equipments and necessary minor repairs. Freight തന്നെയാണ് കിടക്കുന്നത്. Freight means ചരക്ക് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. Coordinate handling of freight, the movement of equipments and necessary minor repairs. അതായത് സ്റ്റോറിലേക്ക് വരുന്ന എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ചരക്കുകളെ ചരക്ക് മീൻസ് മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ. അത് വരുന്ന സമയത്ത് അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അതോടൊപ്പം തന്നെ എല്ലാ യൂസ്ഡ് ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എത്തിക്കേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് കൃത്യമായ രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യും. മാത്രമല്ല മൈനർ ആയിട്ടുള്ള റിപ്പയർസ് ഒക്കെ വരുന്നതാണെങ്കിൽ അതും ചെയ്തു കൊടുക്കും. ചില എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും റിപ്പയറിംഗ് ചെയ്യാനുണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്നതും അദ്ദേഹമായിരിക്കും. അപ്പോൾ എല്ലാ മെറ്റീരിയൽസിന്റെ ഹാൻഡ്ലിങ്ങും ചെയ്യുന്നുണ്ട്. അതിന് ഓരോ നമ്മളിപ്പോ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടും വരും. അത് ഇദ്ദേഹം സ്റ്റോർ കീപ്പർ ആയിരിക്കും ഓരോ ചിലപ്പോ എന്താ പറയാ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുന്നത്. മാത്രമല്ല എന്തെങ്കിലും മൈനർ ആയിട്ടുള്ള റിപ്പയറിംഗ് ഉണ്ടെങ്കിൽ അതും ചെയ്തു കൊടുക്കുന്നതും അദ്ദേഹമായിരിക്കും. ഓക്കെ. മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹമായിരിക്കും അത് കൈകാര്യം ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. ഇങ്ങോട്ട് നോക്കാം. ജോബ് സമ്മറി ഓഫ് എ സ്റ്റോർ കീപ്പർ. സ്റ്റോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ റിസീപ്റ്റ്സുകളും റെക്കോർഡ്സും വിഡ്രോവൽസും ഒക്കെ കീപ്പ് ചെയ്യുന്നത് ആരാണ്? ജോബ് സ്റ്റോർ കീപ്പർ ആണ്. പിന്നെ വരുന്ന എല്ലാ മെറ്റീരിയൽസും റിസീവ് ചെയ്യുന്നു, അൺലോഡ് ചെയ്യുന്നു, ഷെൽഫ് സപ്ലൈസസ് അതായത് സാധനങ്ങൾ കൃത്യമായിട്ട് നിരത്തുന്ന അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിന് അടുത്ത സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് റിട്ടേണിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ പാക്കിങ്, പ്രൈസിങ്, പിന്നെ ലേബലിംഗ് മുതലായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ്. വരുന്ന എല്ലാ ഡെലിവറീസും കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ, എന്തെങ്കിലും മിസ്മാച്ചിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് നഷ്ടമായ തുക തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ചെയ്യുന്നതും അദ്ദേഹമാണ്. പിന്നെ എല്ലാ സ്റ്റോക്കുകളും കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കുന്നു, കോർഡിനേറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽസ് കോർഡിനേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചതാണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ സ്റ്റോറുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തരം റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നതും ഇൻവെന്ററിയില് നല്ല രീതിയിൽ കൺട്രോൾ ഉണ്ട് അതൊക്കെ നിയന്ത്രിക്കുന്നതും അതോടൊപ്പം തന്നെ എന്താണ് സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അദ്ദേഹമാണ്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത്, അതായത് മെറ്റീരിയൽസ് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും തരത്തിൽ ചെറിയ റിപ്പയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റോർ കീപ്പറിന്റെ പ്രധാന റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? Next one, pilferages and wastages in hospital. Pilferages and wastages in hospital. അതായത് ഹോസ്പിറ്റലിനകത്ത് പ്രത്യേകിച്ച് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തട്ടിപ്പുകളും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇതിൽ വേസ്റ്റേജസ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ മോഷണം വരുന്നത് എങ്ങനെയാണ്, മെറ്റീരിയൽസ് വേസ്റ്റഡ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വേസ്റ്റ് വരാനും അല്ലെങ്കിൽ ആരെങ്കിലും ഇതൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ മോഷണം നടത്താനുള്ള കളവ് നടത്താനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ് ലൈഫ് ആൻഡ് ഡെത്ത്. അതായത് ഹോസ്പിറ്റൽ നമുക്ക് ഇപ്പൊ ചിന്തിച്ചറിയാൻ പറ്റും. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് പേഷ്യൻസ് ഉണ്ടാവും, ഒരുപാട് മറ്റു ആൾക്കാരുണ്ടാവും അല്ലെ, ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടായിരിക്കും, മറ്റ് അത്യാവശ്യം ആൾക്കാർ കൂടുതലുള്ള എമർജൻസി സിറ്റുവേഷൻ ആണ് അല്ലെ. അതേപോലെ ഒരു കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചാലും ആ ഒരു സമയത്ത് കാഷ്വാലിറ്റിയുടെ അകത്താണെങ്കിലും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അകത്ത് എന്താണ് നല്ല രീതിയിൽ ഒരു തിരക്കുണ്ടാവാനുള്ള സാധ്യത. അത്തരം സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കാം? പിൽഫ്രേജ് ഉണ്ടാവാറുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ചിലപ്പോ എമർജൻസി സമയത്ത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എല്ലാം കൂടുതലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തു വിചാരിക്കും അല്ലെ, പെട്ടെന്ന് എടുക്കും. പക്ഷെ അത്രയും ചിലപ്പോൾ അവിടെ ആവശ്യമൊന്നുമില്ല, പക്ഷെ അതെന്താണ് ഉപയോഗിച്ചത് കൊണ്ട് പിന്നെ അത് വേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ആദ്യത്തെ ഒരു നമുക്ക് എമർജൻസി സിറ്റുവേഷൻ നമുക്കറിയാലോ, പെട്ടെന്നായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോ ആ സമയത്ത് എന്ത് വേണമെങ്കിലും അവിടെ സംഭവിക്കാം. ആരെങ്കിലും എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ സ്റ്റാഫുകൾ എടുക്കുന്ന മെറ്റീരിയൽസ് കൂടി പോയി കഴിഞ്ഞാലും അത് ചിലപ്പോൾ ഉപയോഗശേഷം എന്താണ് പിന്നീട് അത് വേസ്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ,
അതാണ് എമർജൻസി സിറ്റുവേഷൻ ദാറ്റ് ഇൻവോൾവ് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? പിന്നെ അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. അർജന്റ് അറ്റൻഷൻ ടു പേഷ്യന്റ് ദാറ്റ് ഇൻവോൾവ് സ്വിഫ്റ്റ് യൂസ് ഓഫ് മെറ്റീരിയൽ. പെട്ടെന്നൊക്കെ ഉണ്ടാവുന്ന ചികിത്സ, ഇപ്പൊ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. പെട്ടെന്നൊക്കെ ഒരു പേഷ്യന്റിന് ചികിത്സ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് നോർമൽ യൂസിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ ആ മെറ്റീരിയൽസ് കൂടുതൽ എടുക്കാനുള്ള സാധ്യത. അപ്പോഴും എന്താണ് അവിടെ വേസ്റ്റേജസ് വരാനുള്ള ഒരു കാരണമായിട്ടില്ല. ഓക്കെ. പിന്നെ exposure of stock continuously to lower level personnel or standardized activity. Exposure of stock continuously to low level personnel or standardized activity. Okay, ഇവിടെ low level person ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ അറ്റൻഡേഴ്സ്, ക്ലീനിങ് സ്റ്റാഫ്, അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് അവർക്ക് നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അവരെന്താണ് തോന്നിയ പോലെ ഉപയോഗിക്കും, ആവശ്യത്തിൽ കൂടുതൽ അത് വേസ്റ്റ് ആക്കുകയും ചെയ്യണം. അറ്റൻഡർമാർ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാഫുകളൊക്കെ ഇല്ലേ, അവർക്ക് കൊടുക്കുന്ന മെറ്റീരിയൽസ് എന്താണ് അവര് ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ വേസ്റ്റേജസ് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതും ഒരു കാരണമാണ്. പിന്നെ ടു മെനി ഓട്ടോണമസ് യൂണിറ്റ്. ടു മെനി ഓട്ടോണമസ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലിനകത്ത് ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലെ. ഒന്നിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സ് പല മെറ്റീരിയൽസ് പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് അല്ലെ. ചിലവർ എന്താണ് ചില സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് എന്താ പറയാ, ലീൻ ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ അല്ലെങ്കിൽ എന്താ പറയാ ഹോസ്പിറ്റലിലെ ബെഡ് മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സമയത്തൊക്കെ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഓരോ യൂണിറ്റും ചിലപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ ചിലപ്പോൾ വാങ്ങിച്ചിരുന്നിരിക്കും. അതായത് ഓവർ സ്റ്റോക്ക് ആയിട്ട് അവർക്ക് ഇത്ര ക്വാണ്ടിറ്റി വേണോ എന്നൊക്കെ പറഞ്ഞ എന്താണ് സാധനങ്ങൾ വാങ്ങിച്ചിരിക്കും, മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കും. പക്ഷെ എന്താണ് അത്ര ആവശ്യമൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഒരുപാട് യൂണിറ്റ്സുകൾ ഇങ്ങനെ കൂട്ടത്തിലുള്ളത് കൊണ്ട് തന്നെ എന്താണ് അവർ എത്രത്തോളം അനാവശ്യ രീതിയിൽ ചില ഡിപ്പാർട്ട്മെന്റ്സിൽ കൈകാര്യം ചെയ്യാറുണ്ട് ചില മെറ്റീരിയൽസ്. ആ രീതിയിലും എന്ത് സംഭവിക്കാം, ഹോസ്പിറ്റലില് ഇതേപോലെ വേസ്റ്റേജസ് വരാം, മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് വരാനുള്ള സാധ്യത. ചിലപ്പോൾ ഉപയോഗിക്കാണ്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് വെക്കും. അത് ഉപയോഗിക്കാതിരുന്നിരുന്ന് ചിലപ്പോൾ എന്താണ് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു കാരണങ്ങളാണ്. വെറുതെ കേട്ടിരുന്നാൽ മതി കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞുതരാം. Next one, involvement of more depths in comprehensive administration. Involvement of more depths. അങ്ങനെ തന്നെയാണോ ടെക്സ്റ്റില്? more departments. more departments എന്നാണ് കേട്ടോ. നോക്കി, ഡെപ്സ് എന്നാണോ ഡിപ്പാർട്ട്മെന്റ് എന്നാണോ കിടക്കുന്നത്? എന്താ കിടക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില്? ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഓക്കെ, involvement of more departments in comprehensive administration. എന്തായിരിക്കും നാലാമത്തെ പോയിന്റിൽ വരുന്നത്? നമുക്ക് കാഷ്വാലിറ്റി, ഇപ്പൊ ഒരു എമർജൻസി കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാല് എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരും അവിടെ എത്താറുണ്ട് അല്ലെ. കണ്ടിട്ടില്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ പല പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആൾക്കാർ ആ ഒരു സമയത്തേക്ക് എത്തിച്ചേരും. നമ്മൾ അറിയിച്ചിട്ടായിരിക്കില്ല, അവർ ആ ഒരു ഇൻസിഡന്റ് അറിഞ്ഞിട്ടായിരിക്കും എത്തുന്നത്. എന്നിരുന്നാൽ പോലും അങ്ങനെ എത്തിപ്പെടുന്ന സമയത്തും ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് എമർജൻസി റൂമിൽ നിന്ന് പല സാധനങ്ങളും മോഷണം പോകാറുണ്ട്. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിനകത്തുള്ളവരും ഇപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല ഇവിടെ ഉള്ളവരാണെന്നുള്ളത് ചിലപ്പോൾ അറിയാൻ പറ്റുന്നിരിക്കും. അപ്പൊ അങ്ങനെയും എന്താ സംഭവിക്കാറുണ്ട്, ഹോസ്പിറ്റലിലെ പല മെറ്റീരിയൽസും മോഷ്ടിച്ചുകൊണ്ട് പോകാറുണ്ട്. ഓക്കെ, ഇൻ കേസ് ചിലപ്പോൾ സ്റ്റാഫുകളുടെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് വരെ മോഷ്ടിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ എഫക്റ്റീവ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അത്തരത്തില് മോഷണങ്ങൾ അവിടെ സംഭവിക്കും. ഓക്കെ, ദെൻ നോ ജോബ് സ്പെസിഫിക്കേഷൻ. നോൺ ജോബ് സ്പെസിഫിക്കേഷൻ. ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ജീവനക്കാർക്ക് നമ്മൾ സ്പെസിഫൈ ചെയ്ത ഒരു ജോബ് കൊടുക്കാതെ ഇരുന്നാൽ എന്താണ് അവർ തോന്നിയ രീതിയിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യും. എന്തൊക്കെ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ എടുക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. കറക്റ്റ് ഒരു ജോബ് നമ്മൾ കൊടുക്കാതെ തോന്നിയ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് തോന്നിയ രീതിയിൽ അവർ മെറ്റീരിയൽസ് എടുത്ത് അതിൽ വേസ്റ്റേജസുകൾ ഉണ്ടാക്കാനുള്ള കാരണമാക്കും. ഓക്കെ, ആവശ്യത്തിൽ കൂടുതൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചത് അവിടെ എന്താണ് വേസ്റ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ? അത് നോ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ മറ്റ് ജീവനക്കാർക്ക് നമ്മളൊരു സ്പെസിഫൈ ചെയ്ത ജോലി കൊടുക്കാണ്ട് തോന്നിയ പോലെയാണ് അവർക്ക് അത് കൈകാര്യം ചെയ്യാൻ കൊടുത്താൽ എന്താണ് ഇതേ രീതിയിലുള്ള മെറ്റീരിയൽസുകൾ അവർ വേസ്റ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, holding of large stock of materials for each unit. Holding of large stock of materials for each unit. എന്താ പറയുന്നത്? holding
നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്താണ് മെറ്റീരിയൽസ് ഓൾറെഡി ഓരോ ആവശ്യാനുസരണമായിട്ട് ചോദിച്ചെന്നിരിക്കും. എന്നിരുന്നാൽ പോലും എന്താണ് ചിലവര് കൂട്ടിപ്പറയും അല്ലെ. കൂട്ടിപ്പറയാന്ന് വെച്ചാൽ എന്താണ് 10 മതിയെങ്കിൽ 15 വേണോന്ന് പറഞ്ഞ അവരെന്ത് ചെയ്യും, 15 വാങ്ങിച്ചു വെക്കും. പക്ഷെ ചിലപ്പോൾ ഈ 15 ഉപയോഗിക്കുന്നില്ല. ചിലപ്പോൾ അതിൽ 8 മാത്രം ചിലപ്പോൾ ഉപയോഗിക്കുള്ളൂ. പക്ഷെ ഇരുന്നിരുന്ന ചില മെറ്റീരിയൽസ് എന്താണ് ഉപയോഗശൂന്യമായി പോവാറുണ്ട്. ഓക്കെ, അപ്പൊ അവരിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കും സ്റ്റോക്കുകൾ. അതായത് ഓരോ മെറ്റീരിയൽസിന് എന്താണ് ഡിഫറെന്റ് മെറ്റീരിയൽസ് വേണം. എന്നിരുന്നാൽ പോലും സ്റ്റോക്ക് ആവശ്യപ്പെടുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ആവശ്യപ്പെടും. അത് ചിലപ്പോ അവിടെയും മോഷണം സംഭവിക്കാൻ സ്റ്റാഫുകൾ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് അതിൽ നിന്ന് എടുക്കും മാറ്റാറുണ്ട്, അല്ലെങ്കിൽ അത് ഇരുന്നിരുന്ന് വേസ്റ്റ് ആയി പോവാറുണ്ട്. ഓക്കെ, ക്ലിയർ, മനസ്സിലായോ? Then far too many visitors round the clock. Far too many visitors round the clock. ഹോസ്പിറ്റലിനകത്ത് ഒരുപാട് വിസിറ്റേഴ്സ് സന്ദർശകർ വന്നു കഴിഞ്ഞാല് എന്തെങ്കിലും തരത്തിൽ കളവ് പോവാറുണ്ട് അല്ലെ. ഇപ്പൊ സ്റ്റാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ബൈ സ്റ്റാൻഡ്സിന്റെ കയ്യിൽ നിന്നാണെങ്കിലും ഏതെങ്കിലും തരത്തില് മോഷണങ്ങൾ നടക്കാറുണ്ട് കേട്ടോ. അതായത് അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ അനിയന്ത്രിതമായിട്ട് വിസിറ്റേഴ്സിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാത്തത്. കൺട്രോൾ, സ്ട്രിക്ട്ലി കൺട്രോൾ ചെയ്യുന്നതിന് കാരണം എന്താണ്, ഇത്തരത്തിലെ അനുഭവങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിയന്ത്രിതമായ ഇടവേളകളിൽ മാത്രമായിരിക്കും നമ്മൾ സന്ദർശകർ അനുവദിക്കുന്നത്. 1-2 പേരെ മാത്രമായിരിക്കും ചിലപ്പോൾ അനുവദിക്കുന്നത് കേട്ടോ. Then no proper check on staff when they leave duty. No proper check on staff when they leave duty. ഓരോ സ്റ്റാഫുകളും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവരൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്തിനാണ് ചെക്ക് ചെയ്യുന്നത്? ലീവ് ചെയ്ത് പോകുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്നത് എന്തിനാണ്? എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും അല്ലെ. ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പോകുന്ന സമയത്ത് സ്റ്റാഫുകളുടെ ബാഗുകളൊന്നും പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്നിരുന്നാൽ പോലും വിശ്വാസത്തിന് പുറത്താണെങ്കിൽ പോലും എന്താണ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അല്ലെ. എന്താണ്, ചിലപ്പോ എന്തെങ്കിലും മെറ്റീരിയൽസ് അവരുടെ ബാഗിൽ പൊതിഞ്ഞ് വെച്ച് കൊണ്ടുവരുന്നുണ്ടാവും. ഓക്കെ, സത്യമാണ്, അതൊക്കെ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ. അതൊക്കെ റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ ഹോസ്പിറ്റലിൽ മോഷണം സംഭവിക്കാറുണ്ട്. പിന്നെ എന്താണ്, ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ്. ആക്ച്വൽ ഷോർട്ടേജ് ഇൻ മാർക്കറ്റ് എന്താണ് ആക്ച്വൽ ഷോർട്ടേജ് എന്ന് പറയുന്നത്? അതായത് ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ അവർ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സിൽ എന്തെങ്കിലും ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്ത് വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ആരോ എന്തോ മോഷ്ടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് എങ്ങനെയോ ഇത് കളവ് പോയിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ വേസ്റ്റ് ആയി പോയിട്ടുണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റില് മെറ്റീരിയൽസ് മാനേജ്മെന്റ് മാർക്കറ്റില് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തോ മിസ്റ്റേക്ക് നടന്നിട്ടുണ്ട് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ നടക്കുന്നുണ്ട്. ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് പോയതെന്ന്. ഓക്കെ, പറയാൻ മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് ചിലവര് ഈ ഇവിടുന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി മറിച്ചു വെക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. Then poor material management and order system. Poor material management and order system. നമുക്ക് ഓൾറെഡി മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വലിയ പ്രൊസീജിയേഴ്സും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും വരെ പഠിച്ചത് അല്ലെ. ഈ പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും തരത്തില് മിസ്റ്റേക്കുകൾ വന്നാൽ, അല്ലെങ്കിൽ ഫോളോ ചെയ്യാതിരുന്നാൽ എന്താണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പൈസ ഓഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രത്തോളം നഷ്ടം വന്നിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോ എപ്പോഴും പുവർ ആയിട്ടുള്ള നമ്മുടെ ഏറ്റവും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മാനറിലായിരിക്കണം മെറ്റീരിയൽ മാനേജ്മെന്റ് ഓഡിറ്റ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഓഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്തൊക്കെ മോഷണം പോയി കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, too many hospital staff remaining in the same compound. Too many hospital staff remaining in the same compound. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ തന്നെ ഇതും കണക്ട് ചെയ്യാം. ചില സാഹചര്യങ്ങളിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഒത്തുകൂടാറുണ്ട് അല്ലെ. പല സിറ്റുവേഷൻ, പല സാഹചര്യങ്ങളും, ചില എമർജൻസി തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും പ്രോഗ്രാംസ് ആണെങ്കിലും മതി. ഓക്കെ, അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ തന്നെ ഒരേ സമയം ഒരുപാട് സ്റ്റാഫുകൾ ഒരേ സമയം കൂടുമ്പോൾ അവിടെ മോഷണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. സ്റ്റാഫുകൾ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചേക്കാം. ഓക്കെ, then inadequate workforce to document expenditure and revenue accurately. Inadequate workforce to document expenditure and revenue accurately. അതായത് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താത്തതിന്റെ ആരുടെ അഭാവമാണ്? സ്റ്റാഫിന്റെ അഭാവമാണ്. അതായത് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്താതെ, റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നില്ലെങ്കിൽ തന്നെ എന്താണ്
അത് അവരുടെ മിസ്റ്റേക്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു അശ്രദ്ധ കൂല, അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഉത്തരവാദിത്തമില്ലാത്ത പ്രവർത്തനമാണ് അവരെ കാഴ്ചവെക്കുന്നത്. നമ്മൾ എന്തെടുത്താണെങ്കിലും ഡോക്യുമെന്റ്സ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടായിരിക്കും അത് ഓൾറെഡി നമ്മുടെ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്. അത് ചെയ്യാത്ത പക്ഷം എന്താണ് അവിടെ എന്തെങ്കിലും തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതായത് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത സ്റ്റാഫുകളുടെ അഭാവമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ ഒരു പറഞ്ഞ രീതിയിലാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ടും മോഷണങ്ങളും അല്ലെങ്കിൽ മെറ്റീരിയൽസിന് വേസ്റ്റേജസുകളും ഉണ്ടാവുന്നത്. ഞാൻ പറയുന്നില്ല, പിന്നെ പറയണോ അതാണ് ഒന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് മോഷണം പോവാം. പിന്നെ ഏതെങ്കിലും അർജന്റ് സിറ്റുവേഷൻസ് നമ്മൾ ഒരുപാട് മെറ്റീരിയൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് അവിടെ വേസ്റ്റേജ് ഉണ്ടാവും. പിന്നെ എന്താണ് ഈ നമ്മള് എക്സ്പോഷർ ടു സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി ലോവർ ലെവൽ പേഴ്സൺ, അതായത് ചില ആൾക്കാർക്ക് അറ്റൻഡൻസ്, ക്ലീനിങ് സ്റ്റാഫുകള് ഇവർക്കൊക്കെ എത്രത്തോളം മെറ്റീരിയൽ എടുക്കണമെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന വഴി അവിടെ വേസ്റ്റ് വരും. പിന്നെ ഒരുപാട് യൂണിറ്റ്സില് സ്റ്റാഫുകൾ പല രീതിയിൽ മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെയും വേസ്റ്റേജ് വരാറുണ്ട്. പിന്നെ എന്താണ് പല ഡിപ്പാർട്ട്മെന്റ്സ്, അതായത് ഇൻവോൾവ്മെന്റ് ഓഫ് മോർ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ കോമ്പറ്റൻസി അഡ്മിറ്റ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സും മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്നത് കൃത്യമായിട്ടല്ലെങ്കിൽ അവിടെയും വേസ്റ്റേജസ് വരാം. പിന്നെ ഇവർക്ക് കൃത്യമായിട്ട് നമ്മളൊരു ജോബ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ ചെയ്യണമെന്ന് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ അവർ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് അത് വേസ്റ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഓരോ യൂണിറ്റും ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോറേജ് സ്റ്റോക്ക് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കുന്നതോ ഇത്തരത്തിൽ വേസ്റ്റേജ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്താണ് വിസിറ്റേഴ്സ്, അനാവശ്യമായിട്ട് സന്ദർശകർ വരുന്ന സമയത്ത് മോഷണങ്ങൾ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓരോ സ്റ്റാഫുകളും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, അവരെന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പിന്നെ മാർക്കറ്റില്, ആക്ച്വൽ മാർക്കറ്റില്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആക്ച്വൽ മാർക്കറ്റിൽ എന്തെങ്കിലും സ്റ്റോക്ക് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തോ വേരിയേഷൻസ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നിർബന്ധമായിട്ടും ഇവിടെ ഒരു പോരായ്മ വരാനുള്ള കാരണം എന്താണ്, പുവർ മെറ്റീരിയൽ മാനേജ്മെന്റും ഓഡിറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ എന്താണ് നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ പോകുമെന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവേണ്ടത്. പിന്നെ ഒരേ സമയം സെയിം കോമ്പൗണ്ടിൽ ഒരുപാട് സ്റ്റാഫുകൾ ഒത്തുകൂടുന്ന സമയത്തും കളവ് പോകാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഈ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് നോക്കാത്ത സ്റ്റാഫുകളുടെ അഭാവം മൂലവും പലതരത്തിൽ വേസ്റ്റേജസ് ഹോസ്പിറ്റലിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണോ അത്? ഓക്കെ, നെക്സ്റ്റ് വൺ, ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫറേജസ്. ഏതൊക്കെ ഐറ്റംസ് ആണ് കളവ് പോകുന്നത്, ഏതൊക്കെ ഐറ്റംസ് ആണ് മോഷ്ടിക്കപ്പെടേണ്ട ഐറ്റംസ് ഏതൊക്കെയാണ്? ഒന്ന് ഡ്രഗ്സ് അല്ലെ, ഡ്രഗ്സ് മോഷണം പോകാറുണ്ട്. ഫുഡ് മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഫുഡ് മെറ്റീരിയൽസ് പോകാറുണ്ട്. കഫ്റ്റീരിയ അല്ലെ, ഭക്ഷണശാലയിൽ. പിന്നെ ലിനൻ, ലോണ്ടറി സിസ്റ്റത്തിൽ നിന്ന് ലിനൻ മെറ്റീരിയൽസ്, അതായത് തുണിത്തരങ്ങൾ, പേഷ്യൻസിന്റെ ബെഡ് കവർ, ബെഡ്ഷീറ്റ്സ്, മറ്റ് ടേബിൾ കവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോഷണം പോകാറുണ്ട്. മെറ്റീരിയൽ വർക്ക് സച്ച് ആസ് യൂടെൻസിൽസ്, യൂടെൻസിൽസ് എന്താണ്, നമ്മുടെ പാത്രങ്ങളൊക്കെ ഇല്ലേ, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ചില പാത്രങ്ങൾ, അതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാറുണ്ട്. പിന്നെ ഇൻസ്ട്രുമെന്റ്സ്, ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സ്, ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മുടെ ചെറിയ തെർമോമീറ്റർ ഇല്ലേ, പനി നോക്കുന്ന, യെസ്, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. സിലഞ്ച്, പല മെഡിസിൻസ്, അതല്ല. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് പോകുന്ന ഐറ്റംസ് ആണെന്ത്, ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽസ്, ലിനൻ മെറ്റീരിയൽസ്, പിന്നെ യൂടെൻസിൽസ്, അതായത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, ഇൻസ്ട്രുമെന്റ്സ്. ഇത്രയാണ് പ്രധാനമായിട്ട് പോകുന്ന അളവ് പോകുന്ന മെറ്റീരിയൽസ്. ഓക്കെ, ഇപ്പൊ ചെറിയ നമ്മളിപ്പോ ബാഗ് പരിശോധിക്കാൻ പറഞ്ഞില്ലേ നേരത്തെ, ബാഗ് പരിശോധിക്കണമെന്ന് പറഞ്ഞില്ലേ, എന്തുകൊണ്ടായിരിക്കും? ചെറിയ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് ബാഗിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ലേ? സ്റ്റാഫൊക്കെ പോകുന്ന വഴിക്ക് വെച്ച് കൊണ്ടുപോകാൻ പറ്റില്ലേ? അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെയൊക്കെ റിയൽ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഇനി സെലക്ഷൻ ഓഫ് പിൽഫറേജസ്, സെലക്ഷൻ ഓഫ് പിൽഫറേജസ്. സെലക്ഷൻ ആണോ ഡിറ്റക്ഷൻ ആണോ എടുക്കുന്നത്? ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജസ്, ഡിറ്റക്ഷൻ. എങ്ങനെ നമുക്കിത് കണ്ടെത്താം? അതെ, ഓക്കെ, ഡിറ്റക്ഷൻ ഓഫ് പിൽഫറേജ്, എങ്ങനെയാണ് നമുക്ക് ഈ കളവ് കണ്ടെത്താൻ പറ്റുന്നത്? ഓക്കെ, നോക്കാം.
Any abrupt rise in routine needs or demand. Any unreasonable expenditure of any section when compared to previous periods. Okay. അതായത് any abrupt എന്ന് വെച്ചാൽ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാകുന്ന ഡിമാൻഡ്. അതായത് ചിലപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും നമുക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്രത്തോളം സ്ഥാപനങ്ങളാണ് ആവശ്യമായിട്ട് വരുന്ന അറിയാൻ പറ്റും. പക്ഷെ ചില സമയത്ത് ഇവർ എന്ത് ചെയ്യും, അവരുടെ ഡെയിലി റുട്ടീനിൽ നിന്ന് മാറി വേറെ ചിലപ്പോൾ കൂടുതൽ എമൗണ്ട് മെറ്റീരിയൽസ് ആവശ്യപ്പെട്ടെ ഡിമാൻഡ് ആവശ്യപ്പെട്ട് ഇത്രത്തോളം കൂടുതൽ വേണമെന്ന് പറഞ്ഞേക്കാം അല്ലെ ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി. അപ്പോ അതിൽ നമുക്ക് പെട്ടെന്നായിരിക്കും. പെട്ടെന്ന് വെച്ചാൽ ഇപ്പൊ ഇത്രയും കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എന്താണ് പെട്ടെന്ന് ഒരു ദിവസം ഇത്രയും വേണമെന്നൊരു ആവശ്യമില്ലാത്തൊരു ക്വാണ്ടിറ്റി വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കതിങ്ങനെ എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവിടെ എന്തോ ഒരു കള്ളത്തരത്തിന് വേണ്ടിയിട്ടാണ് അവർ അത്രയും എമൗണ്ട് ചോദിക്കുന്നത്. കാരണം അവർക്ക് അറിയാൻ പറ്റും ഇത്ര എമൗണ്ട് മതിയാവും, ഇത്രയും മെറ്റീരിയൽസ് മതിയായിരിക്കും എന്ന് ഓൾറെഡി അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊന്ന് അന്വേഷിച്ച് ഇനി കൃത്യമായിട്ട് അത് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മൾ ചോദിക്കില്ലേ സാധാരണ ഇത്രയും മെറ്റീരിയൽ മതി, പിന്നെ എന്തിനാ ഇത്ര എന്ന് നോർമലി ചോദിക്കും. ആ സമയത്ത് എന്തെങ്കിലും തപ്പിപ്പടയാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് കള്ളത്തരമാണ്. ഓക്കെ, next one, any unreasonable expenditure of any section when compared to previous period. Any unreasonable expenditure, അതായത് ആവശ്യത്തിൽ കൂടുതൽ എന്ത് വരുമ്പോഴാണ് കാരണമില്ലാത്ത രീതിയിൽ എക്സ്പെൻഡിച്ചർ വരികയാണ്. ചെലവ് കൂടുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യില്ലേ, നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രയും വന്നിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വരാനുള്ള കാരണം അവിടെ എന്തെങ്കിലും തരത്തിൽ മോഷണങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് ഇത്രയൊക്കെ ചെലവ് വരാനുള്ള കാരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അതായത് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വേരിയേഷൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് കണ്ടെത്താം, വിൽഫ്രേജസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. ഒന്ന്, ആവശ്യത്തിൽ കൂടുതൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് മെറ്റീരിയൽസ് ആവശ്യപ്പെടുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെ എന്താണ്, പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെലവ് കൂടുന്നത് കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു, അതിന് മുന്നത്തെ വർഷം എങ്ങനെയായിരുന്നു നോക്കുന്നത് അല്ലെ. ഓക്കെ, മനസ്സിലായോ അങ്ങനെ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഏരിയാസ് ഓഫ് പിൽഫ്രേജസ്. പ്രധാന ഏരിയാസ് ഏതൊക്കെയാണ്, ഈ കളവ് പോകുന്ന പ്രധാന ഏരിയാസ് ഏതൊക്കെയാണ്? കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, cooked food materials lost when transported from kitchen to work. പ്രധാനമായിട്ട് നമ്മുടെ കിച്ചൺ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇത് മിസ്സാവുന്നത്. റോ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള മെറ്റീരിയൽസ് നഷ്ടമാവാറുണ്ട്, കുക്ക് ചെയ്തതിന് ശേഷം നഷ്ടമാവാറുണ്ട്. പിന്നെന്താണ്, നമ്മൾ വാർഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ വെച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും എടുക്കാനോ മറന്നൊക്കെ പോയി തിരിച്ചെടുക്കാൻ വരുന്ന സമയത്ത് ഉണ്ടാവില്ല. ഓക്കെ, അതാണ് മോഷ്ടിച്ചു പോണ. ചിലപ്പോൾ സന്ദർശകരായിരിക്കാം, സ്റ്റാഫുകളായിരിക്കാം, ആര് വേണമെങ്കിലും ആയിരിക്കാം അല്ലെ. ഓക്കെ, മിക്കതും പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും അത് ചെയ്യുന്നത് അല്ലെ, മിക്കതും. യെസ്, അപ്പൊ പ്രധാന ഏരിയ ആണ് എന്ത്, കിച്ചൺ എന്ന് പറയുന്നത്. കിച്ചണിലെ സാധനങ്ങൾ നല്ലോണം പോകാറുണ്ട്. ഇനി ഡ്രഗ് സ്റ്റോഴ്സിൽ നിന്നും പോകുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയുണ്ട്, അതായത് കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസസ്. എന്താണ് കാഷ്വാലിറ്റി? അതായത് ഡ്രഗ്സ് മോഷണം പോകണം എങ്ങനെയാണ്, ഇപ്പൊ എമർജൻസി സിറ്റുവേഷൻസിൽ ധൃതിയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ ഫാർമസിസ്റ്റുകൾ ചിലപ്പോൾ അത് നോക്കാൻ പറ്റുന്നില്ല അല്ലെ. നമ്മൾ ഓൾറെഡി മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ചിലപ്പോൾ ആവശ്യമുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ അവിടെ വെച്ചിട്ടുണ്ടാവും, അത് ചിലപ്പോൾ ആൾക്കാരൊന്നും എടുത്തോണ്ട് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന നേരത്ത് അതങ്ങനെ സംഭവിക്കാം. എമർജൻസി സർവീസസ് കാഷ്വാലിറ്റി നടക്കുന്ന സമയത്ത് പല രീതിയിൽ ഡ്രഗ്സ് മോഷണം പോകാറുണ്ട്. ഓക്കെ, പിന്നെ ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡ്, ലേബർ റൂംസ്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അടുത്ത ഏരിയാസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഏരിയാസിൽ നിന്ന് പല രീതിയിൽ മോഷണം പോകുന്നത്. നമ്മൾ ഓൾറെഡി ഡിസാസ്റ്റർ പഠിച്ചല്ലേ, കുട്ടികളെ ഡ്രസ്സിനടിയിൽ അല്ലെങ്കിൽ ടഫൽ ബാഗ്സിലൊക്കെ വെച്ച് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്, ന്യൂ ബോൺ ബേബീസിന്. ഓക്കെ, അങ്ങനെ നടക്കുന്നുണ്ട്. അതേപോലെ ലേബർ റൂം, ICCU, മോർച്ചറി, കാർഡിയോതൊറാക്കിക് യൂണിറ്റുകള്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ്, ആക്സിഡന്റ് യൂണിറ്റ്സ്, പീഡിയാട്രിക് യൂണിറ്റ്സ്, OT, ജനറൽ ഐറ്റംസ്, സ്റ്റീൽ ലൈക്ക് അവിടെ നിന്നൊക്കെ എങ്ങനത്തെ ഐറ്റംസ് ആണ് പോകുന്നത്, ജനറൽ ആയിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്, ബാഡ്ജ്, ഡ്രഗ്സ്, ഗ്ലൗസ് മുതലായവ. പിന്നെ വാർഡ് സെക്ഷൻസിൽ നിന്ന് പോകുന്നത് ലിനൻ, സോപ്പ്, ടോർച്ച്. പിന്നെ വർക്ക്ഷോപ്പ് ആൻഡ് മെയിൻ്റനൻസ്, ഹോസ്പിറ്റലിനകത്ത് ഒരു മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അതിന്റെ അകത്തു നിന്നും സാധനങ്ങൾ പോകാറുണ്ട്.
ക്യാഷ് പോവാറുണ്ട്, അവിടെ ഉപയോഗിക്കുന്ന മറ്റു മെറ്റീരിയൽസ് പോവാറുണ്ട്. പിന്നെ ആംബുലൻസ് സർവീസസിൽ നിന്ന് എന്ത് പോവാറുണ്ട്? പെട്രോളും ഓയിലും മറ്റ് ജനറൽ സ്റ്റോർസിൽ അടക്കം പല സാധനങ്ങളും മോഷ്ടിച്ചു പോകാറുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് മോഷണം പോകുന്നുണ്ട്. ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഒരു ഓഡിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേപോലെ മറ്റു നേരത്തെ പറഞ്ഞ എന്തെങ്കിലും കാരണങ്ങൾ പ്രീവിയസ് എക്സ്പെൻഡിച്ചർ നോക്കുമ്പോഴായിരിക്കും ഇതൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, ഇത്രയും ഏരിയാസിൽ നിന്നാണ് പ്രധാനമായിട്ടും എന്ത് സംഭവിക്കുന്നത്? കളവ് പോകുന്നത്. ഓക്കെ, പഠിക്കാൻ വേണ്ട, ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി ഇങ്ങനെ മോഷ്ടിച്ചോണ്ട് വന്ന ഹോസ്പിറ്റലിന് ഇത്രയും വലിയൊരു നഷ്ടം ഉണ്ടാവും. നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു റെമഡി വേണ്ടേ? പരിഹാരം വേണ്ടേ? അപ്പൊ നിങ്ങൾ എന്താ ചോദിക്കാൻ? ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലും മിസ്സേ CCTV ക്യാമറ ഇല്ലേ? എന്താ ചോദിക്കാന്? ചിന്തിച്ചില്ലേ? ക്യാമറാസ് ഉണ്ട്. അതൊക്കെ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരം പ്രൊസീജിയറുകളൊക്കെ ഇത്രയും കളവുകളൊക്കെ നടന്നതിന് ശേഷമാണ് ഇതിന്റെയൊക്കെ ഒരു എന്താ പറയാ, ഇത്തരം ടെക്നോളജിക്കൽ ആയിട്ടുള്ള കുറെ ഒരു കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി തുടങ്ങിയത്. പക്ഷെ എന്നിരുന്നാൽ പോലും CCTV നശിപ്പിച്ചിട്ട് കട്ടുകൊണ്ട് പോകാറുണ്ട് അല്ലേ? CCTV ഒന്ന് ആദ്യം നശിപ്പിക്കും, എന്നിട്ടാണ് ചെയ്യുന്നത്. CCTV വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലെ? നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ഇതിനെ പരിഹരിക്കാം? To study of the system and identification of loopholes, improve the monitoring system, standardization of needs of various department and wards, increase the number of security personnel, round-the-clock handling of costly drugs by senior officials, supply of costly drugs on special intents only, surprise verification and routine audit. ഓക്കെ, അപ്പൊ ആദ്യത്തെ പരിഹാരം എന്താണ്? ആദ്യത്തെ റെമഡിയൽ മെഷർ എന്താണ് ഇതൊക്കെ പരിഹരിക്കാനുള്ള? A thorough study of the system and identification of loopholes. Loopholes എന്ന് പറഞ്ഞാൽ പഴുതുകൾ എന്ന് പറയാൻ നമുക്ക്. അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ. എല്ലാത്തരം പഴുതുകൾ അടയ്ക്കാന്ന് പറയില്ല നമ്മൾ. അവർക്ക് ഒരു രീതിയിലും ഒരു സാധനങ്ങളും വേസ്റ്റ് ആക്കാനോ മോഷ്ടിച്ചുകൊണ്ടാവാനോ പറ്റാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സുകൾ നമ്മൾ കൊണ്ടുവരണം. ഓക്കെ, മനസ്സിലായത്? അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിന് യാതൊരു വിധത്തിലും മറ്റ് ക്രമക്കേടുകളും എത്താത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനാദ്യം ആ സിസ്റ്റം ഒന്നാന്ന് ആദ്യം നമ്മൾ പഠിക്കണം. എന്നിട്ട് അതിലേക്ക് എന്ത് കൊണ്ടുവരണം? അതിനെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള എല്ലാത്തരം സംവിധാനങ്ങളും നമ്മൾ കൊണ്ടുവരണം. എല്ലാ പഴുതുകളും അടച്ചിട്ട് അതിനെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു എന്താ പറയാ, സെക്യൂർ ആയിട്ടുള്ള സംവിധാനം കൊണ്ടുവരേണ്ടി നമുക്ക് അതിനൊക്കെ കൃത്യമായിട്ട് അതിനെ ഒരു പരിധി വരെ കൺട്രോൾ, ഒരു പരിധി വരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് എന്താ ത്രോ സ്റ്റഡി ഓഫ് സിസ്റ്റം ആൻഡ് ഐഡന്റിഫിക്കേഷൻ ലൂപ്ഹോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടാവും അല്ലെ? അതൊക്കെ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അത്തരത്തിൽ അതിനെ പോവാതിരിക്കാൻ എല്ലാ മെഷേഴ്സും നമ്മളോട് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് റെമഡി മനസ്സിലായോ? ഫസ്റ്റ് റെമഡി. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവിംഗ് ദ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് അവിടെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ചിലപ്പോൾ ഒരാളെ ചിലപ്പോൾ പിടിച്ചെന്നിരിക്കും. അപ്പൊ കൃത്യമായിട്ട് ഒരു വാണിംഗ് അയാൾക്ക് കൊടുക്കും അല്ലെ? വാണിംഗ് കൊടുക്കുമ്പോൾ മറ്റ് സ്റ്റാഫുകൾക്ക് അത് ബാധകമല്ലേ? ഒരാളെ നമ്മൾ ഓൾറെഡി പിടിച്ചെന്ന് മോണിറ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഒരാളെ നമ്മൾ പിടിക്കും. എന്തായാലും ഒരു കണ്ടെത്തിയിട്ടുണ്ടാവും ചിലപ്പോ. പിടിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടിയുള്ള ഒരു വാണിംഗ് ആണ് പിന്നീട് അത് ചെയ്യാതിരിക്കാനായിട്ട്. ഓക്കെ, യെസ്, അതാണ് ഇംപ്രൂവ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ എല്ലാ ഏരിയാസിലും മോണിറ്റർ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ എന്താണ്? ആരെങ്കിലും ഒരാൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു പേടിയുണ്ടാവും. ഓക്കെ, ചിലപ്പോൾ ആളെ നമ്മൾ അവിടുന്ന് ഡിസ്മിസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വാർഡ്സ്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വാർഡ്സ് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ നീഡ്സ് അനുസരിച്ച് എന്താണോ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൃത്യമായ രീതിയിൽ നമുക്കത് കൊടുത്താൽ മതി. അതായത് കൃത്യമായിട്ടാണ് അവർക്കത് കൊടുക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംവിധാനം നമ്മളവിടെ കൊണ്ടുവരണം. ഓക്കെ, അതായത് 15 മെറ്റീരിയൽ ഉണ്ടെങ്കിൽ 15 കൃത്യമായിട്ട് തന്നെയാണ് പോണേന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാത്തരം സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് അവിടെ കൊണ്ടുവരേണ്ടതാണ്.
ഓക്കെ, ഇത് വാർഡ്സ് ആണെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും. ഓക്കെ, പിന്നെ ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സൺ. ഇത്തരത്തില് കളവുകൾ പോകുന്നത് കൊണ്ടല്ല, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സുരക്ഷാ ജീവനക്കാർ അല്ലെങ്കിൽ സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ എണ്ണം കൂട്ടണം. എല്ലാ ഏരിയാസിലും എന്താണ് സെക്യൂരിറ്റി സ്റ്റാഫുകളെ നിലനിർത്തണം. ഓക്കെ, അത് ഒരു പരിധി വരെ നമുക്ക് എന്താണ് പല രീതിയിലുള്ള മോഷണങ്ങൾ തടയാനായിട്ട് സഹായിക്കും അല്ലേ? ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സൺ. അപ്പൊ ചില ഏരിയയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ അവിടെ ആരും ഉണ്ടാവാറില്ല അല്ലെ? ചില ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ ചില ബ്ലോക്കിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല, അവിടെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്നു. പക്ഷെ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പ്ലേസസിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിർബന്ധമായിട്ടും സെക്യൂരിറ്റി സ്റ്റാഫുകളെ നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, പിന്നെ റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കോസ്റ്റ്ലി ഡ്രഗ്സുകളില്ലേ, നമ്മൾ ABC അനാലിസിസിൽ ഏറ്റവും ഐറ്റംസ് അല്ലെ, കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് കൈകാര്യം ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാക്കി മാറ്റണം? ഇതിന്റെ ഹാൻഡ്ലിംഗ് ആരായിരിക്കണം ചെയ്യേണ്ടത്? നിർബന്ധമായിട്ടും സീനിയർ ഒഫീഷ്യൽസ് തന്നെയായിരിക്കണം അത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, മറ്റാർക്കും അതിന്റെ, അതായത് കോസ്റ്റ്ലി ഐറ്റംസും കളവ് പോകുന്നുണ്ട് അല്ലെ, അത് പോവാതിരിക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും എന്താണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസിന്റെ കയ്യിലായിരിക്കണം അതിന്റെ, അതായത് കോസ്റ്റ്ലി ഐറ്റംസിന്റെ ഹാൻഡ്ലിംഗ് വരേണ്ടത്. അവരായിരിക്കണം അത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്. Next one, supply of costly drugs on special intents only. Supply of costly drugs on special intents only. ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ്ലി ഡ്രഗുകൾ ആവശ്യപ്പെടാറുണ്ട് അല്ലെ, കോസ്റ്റ്ലി മെറ്റീരിയൽസ്, കോസ്റ്റ്ലി ഡ്രഗ്സുകൾ, വില കൂടിയ മരുന്നുകൾ ആവശ്യപ്പെടാറുണ്ട്. ഓക്കെ, അത് നമുക്ക് എന്താണ് വെറുതെ ചോദിക്കുന്നത്, വാക്കാലെ ഉള്ളതല്ലാതെ എന്തായിട്ട് വേണം? സ്പെഷ്യൽ ഇന്റൻസ് മീൻസ് എന്താണ്? അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഹോസ്പിറ്റലിൽ ഒരു അഭ്യർത്ഥന പ്രകാരം മാത്രമേ അവർക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? നമുക്ക് ഏറ്റവും വില കൂടിയ മരുന്നുകൾ നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അതായത് അഭ്യർത്ഥന പ്രകാരം മാത്രമേ, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അഭ്യർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അത്രയും ഡ്രഗ്സുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നമ്മൾ അങ്ങനെയുള്ള ഡ്രഗ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്തിനാണ് വാങ്ങിച്ചു കൊണ്ടുപോയെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. പിന്നെന്താണ്? സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. നമ്മളെ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട മറ്റൊന്നാണ് സർപ്രൈസ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റുട്ടീൻ ഓഡിറ്റ് നടത്തുക. അപ്പൊ സർപ്രൈസ് ആയിട്ട് വെരിഫൈ ചെയ്യുമ്പോൾ എന്താണ്? പെട്ടെന്ന് വരുന്ന സമയത്തായിട്ട് നമുക്ക് ഇതൊക്കെ കണ്ടെത്താൻ പറ്റുന്ന അല്ലെ, പെട്ടെന്ന് ആരും ഇൻഫോർമേഷൻസ് ഒന്നും കൊടുക്കാണ്ട് ചെല്ലുന്ന സമയത്ത് എന്താണ്? എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇതേപോലെ തട്ടിപ്പുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല നിർബന്ധമായ റുട്ടീൻ ആയിട്ട് ഓഡിറ്റ്സ് അവിടെ സംഘടിപ്പിക്കേണ്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്? പല രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫിൽട്രേജസുകളും വേസ്റ്റേജസുകളും ഉണ്ടാവുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, ഒന്നെന്താണ്? ഓൾറെഡി ആ ഒരു സിസ്റ്റം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വേണം എല്ലാ സ്റ്റാൻഡേർഡ് നടപടികളും സ്വീകരിക്കുക. പിന്നെ സിസ്റ്റം ഒന്ന് ഇംപ്രൂവ് ചെയ്യുക, അതായത് ഇത്ര മോഷണങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള എല്ലാത്തരം പ്രോട്ടോകോൾസ് സ്വീകരിക്കുക. പ്രത്യേകിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന്റെ വാർഡിന് എന്താണോ ആവശ്യകത, ആവശ്യകതയ്ക്ക് അനുസരിച്ച് മാത്രമായിരിക്കും അവർക്ക് മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താ? ഓരോ ഏരിയാസിലും സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ എണ്ണം നമ്മൾ ആവശ്യത്തിലധികം കൂട്ടുക. പ്രത്യേകിച്ച് കോസ്റ്റ്ലി ഡ്രഗ്സുകൾ കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണമായ അവകാശം ആർക്കായിരിക്കണം? സീനിയർ ഒഫീഷ്യൽസിന്റെ കയ്യിലായിരിക്കണം. അവരുടെ കീഴിലായിരിക്കും അത്, അവർ അണ്ടറിലായിരിക്കും ഇത് വരേണ്ടത്. പിന്നെ ഇവർക്ക് കോസ്റ്റ്ലി ഡ്രഗ്സുകൾ ആവശ്യമാണെങ്കിൽ അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള അഭ്യർത്ഥനകൾ, സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്റൻസ് ആവശ്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ കോസ്റ്റ്ലി ഡ്രഗ്സുകൾ കൊടുക്കുകയുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്തിരിക്കണം? സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻസും റുട്ടീൻ ആയിട്ടുള്ള ഓഡിറ്റിൽ നടത്തുന്നത് വഴി നമുക്ക് ഇത്തരത്തിലുള്ള പിൽഫ്രേജസ് തടയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ അല്ലേ? ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നിങ്ങളെല്ലാരും ഗൈഡ് വാങ്ങിച്ചോ?
എല്ലാവരുടെയും കയ്യിൽ ഗൈഡ് ആയിട്ടുണ്ടാവും. ഗൈഡ് വാങ്ങിക്കണുണ്ടോ? ഗൈഡിൽ നിന്നാണ് നമ്മുടെ മിക്ക ചോദ്യങ്ങൾ വരുന്നത്. ഇല്ല, വാങ്ങിച്ചിട്ടില്ല. ഓക്കെ. പിന്നെ ടീച്ചർ അടുത്തെടുക്കുന്നത് ഓവർവ്യൂ എന്നൊരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓവർവ്യൂ 4th മൊഡ്യൂളില്. അതായത് എടുത്തിട്ടില്ലല്ലോ. ഓവർവ്യൂ HAMS രണ്ട് ചാപ്റ്ററും കൂടെ ഉള്ളു എനിക്ക്. കേൾക്കാമോ? ക്ലോസ് ആയി പോയതാണേ. മൊഡ്യൂൾ 4 ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ? മൊഡ്യൂൾ 4 ഏതായി ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നേ? ഏത് ചാപ്റ്റർ ആണ്? ഇൻഷുറൻസ് ആണോ? ആ, മെഡിക്കൽ ഗ്യാസ് തുടങ്ങി അല്ലേ? ഇത് യൂണിറ്റ് 6 ആണ് ഓവർവ്യൂ എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മൊത്തത്തിലൊരു അവലോകനമാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട്. ആദ്യത്തെ ഭാഗങ്ങൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, പിന്നെ അങ്ങ് കുഴപ്പമില്ല. നേച്ചറും സ്കോപ്പ് ഒക്കെയാണ്. അടുത്ത ക്ലാസ്സിൽ അതൊന്ന് നോക്കിയിട്ട് പോരെ കേട്ടോ. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനും നേച്ചർ ആൻഡ് സ്കോപ്പും കൂടി ഒന്ന് നോക്കുക, വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പതിയെ പഠിച്ചു തുടങ്ങിയപ്പോ കേട്ടോ. ഇപ്പോ ടേം എക്സാം ഇപ്പൊ അധികം വൈകാതെ തന്നെ വരും. പതിയെ പഠിച്ചു തുടങ്ങാം കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് പഠിക്കാം. മോക്ക് ടെസ്റ്റ് എഴുതിയെടുക്കണ്ടെന്നല്ലേ പറഞ്ഞു നിങ്ങള്? മോക്ക് ടെസ്റ്റ് എഴുതിയെടുക്കാറുണ്ടെന്നല്ലേ പറഞ്ഞേ? ആ, അത് പഠിക്കണം. അപ്പൊ വലിയ ചാപ്റ്റേഴ്സിലെ ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മെറ്റീരിയൽസ് ഇതൊക്കെ വലിയ ചാപ്റ്റേഴ്സ് അല്ലേ? ക്വസ്റ്റ്യൻസ് നമ്പർ എണ്ണം കൂടുതലാണ്. അതങ്ങനെ ഓരോ ദിവസവും 5-6 ഒരു 10 വെച്ചൊക്കെ പഠിച്ചു വയ്ക്കും. അപ്പൊ എക്സാം കുറച്ചുകൂടി എളുപ്പമായിട്ട് എഴുതാൻ പറ്റും. ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ എനിക്ക് വേണ്ടി പറഞ്ഞാണ്. കുറച്ച് പഠിച്ചാൽ അത്ര എളുപ്പമായിട്ട് എക്സാം എഴുതാം. അപ്പൊ ആദ്യം നമുക്ക് വരാൻ പോകുന്ന എക്സാം 3 and 4 മൊഡ്യൂൾ എക്സാം ആയിരിക്കും. 3ഉം 4ഉം കൂടി ചേർന്ന എക്സാം ആയിരിക്കുമല്ലോ. അപ്പോ അതിനുവേണ്ടി നമ്മുടെ മോക്ക് ടെസ്റ്റ് എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ നമ്മുടെ മെയിൻ എക്സാം വരുന്നത്. 1, 2, 3, 4 ദിവസമായിട്ട് കേട്ടോ.
ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയോ, ലാസ്റ്റത്തേക്ക് വെക്കണമെന്നില്ല. എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു അത്യാവശ്യങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ പഠിച്ചു വെച്ചത്. അതിന് എപ്പോഴാണെങ്കിലും അത് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഒക്കെ മനസ്സിലാവുന്നില്ല, അതിലൊന്നും സംശയമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക്? ഇല്ല, പഠിക്കുക, സമയം കളയാതെ പഠിച്ചു തുടങ്ങിയോ കേട്ടോ. നാളെ നമ്മുടെ H18 ബാച്ചിന്റെ കോൺവൊക്കേഷൻ ആണ്. നാളെ H18 ആയി, പതിയെ പതിയെ നിങ്ങളും വരും. 18, 19, 20, 21 രണ്ട് ബാച്ച് കൂടി കഴിഞ്ഞാൽ നിങ്ങളായി കേട്ടോ. പെട്ടെന്നായല്ലേ, തീരാറായി. ഓക്കെ, യെസ്, ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. വേറെ ഒന്നും പുതിയ ചാപ്റ്റർ എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, ലെഫ്റ്റ് ടൈം കൊടുക്കുക. താങ്ക് യു. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് തേഴ്സ്ഡേ നമുക്ക് ഓവർവ്യൂ എടുക്കാം കേട്ടോ. താങ്ക് യു.